Good morning. Good morning, Morning. miss. Okay, Larku, good morning. Okay, Nidu, good morning. എല്ലാവരുടെയും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചോ? എല്ലാവരും കഴിഞ്ഞോ? രാത്രി ഫുഡൊക്കെ കഴിച്ചോ എല്ലാവരും? Yes. Okay. Okay, Haru, good morning. Vichi, okay. കഴിച്ചു. Okay, Nidu. ശരി, അപ്പൊ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. കഴിഞ്ഞ ദിവസം എടുത്ത ഭാഗങ്ങളൊക്കെ വായിച്ചു നോക്കിയോ എല്ലാവരും? ക്ലിയർ ആണോ അത്രയും ഭാഗങ്ങൾ? ഫിഫ്ത്ത് ചാപ്റ്റർ ആണ്. ഓക്കെ, ക്ലിയർ ആണ്. ഓക്കെ, ബാക്കിയുള്ള ഭാഗങ്ങളിലേക്ക് പോവാം അല്ലെ? മോക്ക് ടെസ്റ്റുകളൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടല്ലോ അല്ലെ? ശരി. അപ്പൊ നമുക്ക് തുടങ്ങാം കേട്ടോ. ഞാൻ ഓൾ മ്യൂട്ട് ചെയ്യാണ്. ഓക്കെ, ഇത് അറിയാം. ഷോർട്ട് ലിസ്റ്റ് ആണ് നമുക്കിനി എടുക്കാനുള്ളത് അല്ലെ? ഓക്കെ. നമ്മള് കഴിഞ്ഞ ക്ലാസ്സില് ഹൗ ടു അക്വയർ എംപ്ലോയീസ് ഒക്കെ തന്നെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത് അല്ലെ? ഒരു ഓർഗനൈസേഷനിലോട്ട് എങ്ങനെയൊക്കെ നമുക്ക് എംപ്ലോയീസിനെ ലഭിക്കാം അല്ലെ? നമ്മൾ 8 പോയിന്റുകൾ അതിനകത്ത് പഠിച്ചിരുന്നു അല്ലെ? ഇതൊക്കെയായിരുന്നു എക്സിസ്റ്റിംഗ് ഡാറ്റ ബാങ്ക്, പേഴ്സണൽ റെഫറൻസ് അല്ലെ? അതുപോലെ തന്നെ നമുക്ക് CCTV ഇൻസ്റ്റാൾഡ് ഫ്ലോസ് അങ്ങനെ കിട്ടുന്നുണ്ട്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് വഴി നമുക്ക് ലഭിക്കുന്നുണ്ട്. അഡ്വർടൈസ്മെന്റിലൂടെ ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്രൊഫഷണൽ കൺസൾട്ടൻസി വഴിയായിട്ട് അങ്ങനെയൊക്കെ നമുക്ക് എന്ത് ലഭിക്കുന്നുണ്ട്? എംപ്ലോയീസ് ഒരുപാട് ആപ്ലിക്കേഷൻസുകൾ, CV-കൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അത്രയും CV-കൾ നമുക്ക് ലഭിച്ചാൽ വാട്ട്സ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്തായിരിക്കും? ഷോർട്ട് ലിസ്റ്റിംഗ് ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ട് പോയ കാര്യമാണ്. ഷോർട്ട് ലിസ്റ്റിംഗ് ആണ് കണ്ടത് അല്ലെ? എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത്? ഇതിന് വേണ്ടിയിട്ടായിരിക്കും നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത്. നമുക്ക് ഒരുപാട് അപ്ലിക്കേഷൻസ് ലഭിക്കും അല്ലെ? ഈ അപ്ലിക്കേഷൻസ് ലഭിച്ച എല്ലാ ആളുകളെയും നമുക്ക് ഇന്റർവ്യൂവിൽ ഉൾപ്പെടുത്താനായിട്ട് സാധിക്കും? ഒരിക്കലും സാധിക്കില്ല അല്ലെ? അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത് അല്ലെ? ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കാൻഡിഡേറ്റിനെ നമുക്ക് കണ്ടെത്താനും സാധിക്കും. ഇന്റർവ്യൂ പ്രോസസ്സ് കുറെ കൂടെ നമുക്ക് ഈസി ആക്കി മാറ്റാനും ഇതിലൂടെ സാധിക്കും. ഷോർട്ട് ലിസ്റ്റിങ്ങിലൂടെ സാധിക്കും അല്ലെ? അപ്പൊ ഷോർട്ട് ലിസ്റ്റിങ്ങിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇന്റർവ്യൂ പ്രോസസ്സ് കുറെ കൂടെ നമുക്ക് ഈസി ആക്കി മാറ്റാനായിട്ട് സാധിക്കും അല്ലെ? കുറെ കൂടെ എഫിഷ്യന്റ് ആക്കും, ഈസി ആക്കി മാറ്റാൻ സാധിക്കും. നല്ലൊരു പെർഫെക്റ്റ് കാൻഡിഡേറ്റ്സിനെ നമുക്ക് അതിലൂടെ കണ്ടെത്താനായിട്ട് സാധിക്കും. ഇതാണ് ശരിക്കും ഇതിന്റെ പർപ്പസ്. ഷോർട്ട് ലിസ്റ്റിംഗ് എന്നതിന്റെ ഉദ്ദേശിക്കുന്നത് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നതിന്റെ പർപ്പസ് തന്നെ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്കത് വായിക്കാം. നോക്കാം, ഷോർട്ട് ലിസ്റ്റിംഗ് കേട്ടോ. ഷോർട്ട് ലിസ്റ്റിംഗ് ഓഫ് ആപ്ലിക്കേഷൻസ് will be based on the specific criteria or required parameters. അപ്പൊ ഓരോ സെന്റൻസുകൾ നിങ്ങൾ മനസ്സിലാക്കി പോകണം കേട്ടോ. കാരണം സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്, പക്ഷെ എങ്കിലും ക്വസ്റ്റ്യൻസ് ഒക്കെ വരാം കേട്ടോ. അപ്പൊ നോക്കാം, നമ്മള് ആപ്ലിക്കേഷൻസുകൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത് ചില സ്പെസിഫിക് ആയിട്ടുള്ള മാനദണ്ഡങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് അല്ലെ? വെറുതെ നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യാണോ? നമുക്ക് തോന്നിയ രീതിയിൽ ഒരു ഷോർട്ട് ലിസ്റ്റിംഗ് ആണോ? അല്ല. പിന്നെ എന്താണ്? ചില സ്പെസിഫിക് ക്രൈറ്റീരിയ അഥവാ പാരാമീറ്റേഴ്സ് അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആപ്ലിക്കേഷൻസുകളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത്. എന്തൊക്കെയായിരിക്കും ആ പാരാമീറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട്? എന്തൊക്കെ പാരാമീറ്റേഴ്സുകളാണ് നമ്മൾ പൊതുവെ ഉപയോഗിക്കുന്നത്? എന്തൊക്കെയാണെന്ന് നോക്കി അതൊന്ന് അണ്ടർലൈൻ ചെയ്തിരിക്കുക കേട്ടോ. Parameters can be classified into qualification, experience,
salary range, testimonials, personality, joining time, date of birth, etc. അപ്പൊ അതൊക്കെ ഒന്ന് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. എന്തൊക്കെ പാരാമീറ്റേഴ്സ് അല്ലെങ്കിൽ എന്തൊക്കെ ക്രൈറ്റീരിയാസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ആപ്ലിക്കേഷൻസിന് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത്? പ്രധാനമായിട്ടും നമ്മൾ അതിന്റെ ക്വാളിഫിക്കേഷൻ അല്ലെ, അപ്ലൈ ചെയ്ത ആളുകളുടെ ക്വാളിഫിക്കേഷൻ പാരാമീറ്റർ ആണ് അല്ലെ. അതുപോലെ തന്നെ അവരുടെ എക്സ്പീരിയൻസ്, ഇത്ര നാൾ എക്സ്പീരിയൻസ് ഉണ്ട്. അതുപോലെ സാലറി റേഞ്ച്, അവർ എക്സ്പെക്ട് ചെയ്യുന്ന സാലറി എത്രയാണ് അല്ലെ. അതുപോലെ ടെസ്റ്റിമോണിയൽസ്, ദാറ്റ് മീൻസ് അവരുടെ റെഫറൻസസ്, റെക്കമെൻഡേഷൻ, ആരെങ്കിലും റെഫർ ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ ആരെങ്കിലും റെക്കമെൻഡ് ചെയ്ത് വന്നിട്ടുള്ള ആപ്ലിക്കേഷൻസുകളാണോ. ചില നമ്മൾ ആപ്ലിക്കേഷൻ അയക്കുമ്പോൾ അതിനകത്ത് റെഫറൻസ് കൊടുക്കാനുണ്ടാവും അല്ലെ. ഇപ്പൊ നമ്മളെ പറ്റി അറിയാവുന്ന ആരെങ്കിലുമൊക്കെ റെഫറൻസ് നമ്മൾ എഴുതി ചേർക്കാറുണ്ട് അല്ലെ. അങ്ങനെ ആരെങ്കിലും നമ്മളിപ്പോ നേരത്തെ പേഴ്സണൽ റെഫറൻസ് ഒക്കെ നമ്മൾ കണ്ടതല്ലേ. അപ്പൊ അതാണ് ടെസ്റ്റിമോണി. ശരിക്കും പറഞ്ഞ സാക്ഷ്യപത്രം എന്നുള്ള അർത്ഥമാണ്. അതായത് ആരെങ്കിലും റെഫറൻസോടുകൂടി റെക്കമെൻഡേഷൻസോടുകൂടി വരുന്നതാണോ. അപ്പൊ അതിനൊക്കെ അവിടെ ഇമ്പോർട്ടൻസ് ഉണ്ട്. പിന്നെ പേഴ്സണാലിറ്റി, ഓക്കെ, അവരുടെ പേഴ്സണാലിറ്റി, ദെൻ അവരുടെ ജോയിനിങ് ടൈം, എപ്പോഴാണ് അവര് ജോയിൻ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന ടൈം, ദെൻ അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത്, ദാറ്റ് മീൻസ് അവരുടെ ഏജ് അല്ലെ. ഇത്രയും പാരാമീറ്റേഴ്സുകളാണ് നമ്മൾ ഇത്രയൊക്കെ ഇത്ര മാത്രമല്ല കേട്ടോ, ഇത് ഏതാനും ചിലത് മാത്രമാണ് നമ്മൾ പറയുന്നത്. ഒരുപാട് പാരാമീറ്റേഴ്സ് ഉപയോഗിക്കാറുണ്ട്, പക്ഷെ കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പാരാമീറ്റേഴ്സുകൾ ഇതൊക്കെയാണ്. ശരിയല്ലേ? ക്വാളിഫിക്കേഷൻ, എക്സ്പീരിയൻസ്, സാലറി റേഞ്ച്, ടെസ്റ്റിമോണിയൽസ്, പേഴ്സണാലിറ്റി, ജോയിനിങ് ടൈം, ഡേറ്റ് ഓഫ് ബർത്ത്, ഇതൊക്കെയാണ് നമ്മൾ ഇത്തരം പാരാമീറ്റേഴ്സുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് നമുക്ക് ലഭിക്കുന്ന ആപ്ലിക്കേഷൻസ് നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത്. Okay, we can fix that many parameters so that only highly shortlisted and perfect candidates are called for a personal interview to make the process simpler and cleaner. ശരിക്കും ആ ഷോർട്ട് ലിസ്റ്റിംഗിന്റെ പർപ്പസ് എന്താണെന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. എന്താണ് അതിന്റെ പർപ്പസ് എന്ന് പറയുന്നത്? നമുക്ക് ഒരുപാട് പാരാമീറ്റേഴ്സ് ഉപയോഗിക്കാം. ഇത് മാത്രമല്ല, ഒത്തിരി പാരാമീറ്റേഴ്സുകൾ നമുക്ക് ഉപയോഗിക്കാം. അതിലൂടെ മാത്രമാണ് നമുക്ക് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കാൻഡിഡേറ്റിനെ നമുക്ക് പേഴ്സണൽ ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് വിളിക്കാനായിട്ട് സാധിക്കും. നമുക്ക് വേണ്ടത് പെർഫെക്റ്റ് കാൻഡിഡേറ്റിനെയാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പൊ അത് ഈ ഷോർട്ട് ലിസ്റ്റിംഗിലൂടെ നമുക്ക് സാധിക്കും. അത് മാത്രമല്ല, കുറെ കൂടെ നമുക്ക് ഇന്റർവ്യൂ പ്രോസസ്സ് സിംപ്ലിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. നമ്മൾ ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യാന്ന് പറയുമ്പോൾ അത്യാവശ്യം എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇന്റർവ്യൂ നടത്താന്ന് പറയുമ്പോൾ അതിനേതായ കുറച്ച് ചെലവുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇന്റർവ്യൂ പ്രോസസ്സ് കുറെ കൂടെ സിംപ്ലിഫൈ ചെയ്യാനും നമുക്ക് അതിലൂടെ സാധിക്കുന്നുണ്ട്. പ്ലസ് നമുക്ക് പെർഫെക്റ്റ് കാൻഡിഡേറ്റിനെ കണ്ടെത്താനും സാധിക്കും. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി നോക്കാം കേട്ടോ. ഫോർ എക്സാമ്പിൾ, if we call all the candidates who have applied for the interview without any shortlisting, the interview process will become a tedious or a Herculean task. If we received around 700 applications for 50 numbers of vacancies of an RMO post, it will be a waste to call all of them, to waste the time of the aspirants as well as the interviewers. ഒരു എക്സാമ്പിൾ അടക്കം തന്നെ അവിടെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾക്ക് ലഭിച്ച അപ്ലിക്കേഷൻസ് ലഭിച്ച എല്ലാവരെയും നമുക്ക് ഇന്റർവ്യൂവിന് കോൾ ചെയ്യാനായിട്ട് സാധിക്കുമോ? ഒരിക്കലും സാധിക്കില്ല. ഒരു എക്സാമ്പിൾ അവിടെ പറയുന്നുണ്ട്. ഒരു RMO പോസ്റ്റ്, റെസിഡന്റ് മെഡിക്കൽ ഓഫീസർ ആണ് കേട്ടോ. RMO പോസ്റ്റ് റെസിഡന്റ് മെഡിക്കൽ ഓഫീസർ ആണ്. അതായത് ആ ഒരു ഡോക്ടർ പദവി തന്നെയാണ്. അപ്പൊ ആ ഒരു RMO പോസ്റ്റിലേക്ക് മൊത്തം 15 വേക്കൻസി ഉള്ള ഒരു പോസ്റ്റാണ് ഇരിക്കുന്നത്. ആ ഒരു പോസ്റ്റിലൂടെ ഏകദേശം ഒരു 700ഓളം അപ്ലിക്കേഷൻസ് ലഭിച്ചിട്ടുണ്ട്. ഈ 700 ആളുകളെ നമുക്ക് ഇന്റർവ്യൂവിന് വിളിക്കാനായിട്ട് സാധിക്കും? ഒരിക്കലും നമുക്ക് സാധിക്കില്ല. ഇറ്റ്സ് നോട്ട് പോസിബിൾ. കാര്യം എന്താണ്? അത് ഈ പറയുന്ന പോലെ കാൻഡിഡേറ്റ്സിനും ബുദ്ധിമുട്ടാണ്, അതോടൊപ്പം തന്നെ ഇന്റർവ്യൂവേഴ്സിനും ബുദ്ധിമുട്ടാണ് അല്ലെ. കാര്യം എന്താണ്? ഇത്രയും ആളുകളെ വിളിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ടൈം വേസ്റ്റ് ആണ്. അതുപോലെ ടൈം മാത്രമല്ല, ടൈം, മണി എല്ലാം നമുക്ക് വേസ്റ്റ് ആവാൻ ചാൻസ് ഉണ്ട് അല്ലെ. അപ്പൊ അതിനൊരു എക്സാമ്പിളിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. വളരെ കുറച്ച് ആളുകളെ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ, ഇന്റർവ്യൂവിന് വിളിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ നോക്കാം. Better shortlist them according to the above parameters and finally make a list of around 45 to 60. Practically പറയുന്നുണ്ട് thrice the requirement or 4 times the requirement, so that the interview panel can easily record other parameters
which are above the specified parameters. രണ്ട് above അവിടെ കയറി വന്നിട്ടുണ്ട് കേട്ടോ. ഒരു above വെട്ടിക്കളഞ്ഞോളൂ. which are the above specified parameters. അത്രയും മതി കേട്ടോ. ഒരു above എക്സ്ട്രാ കൂടുതലാണ് കളയുക കേട്ടോ. കിട്ടിയിട്ടുള്ളൂ. അപ്പോ ഇവിടെ പറയുന്നത് എന്താന്ന് വെച്ചാൽ അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണ്? ഷോർട്ട് ലിസ്റ്റ് ചെയ്യാനുള്ളത് അല്ലേ? നമ്മൾ എങ്ങനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യണം? നമ്മുടെ റിക്വയർമെന്റിന്റെ ഒരു 3 or 4 മടങ്ങ് കാൻഡിഡേറ്റ്സിനെ ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കണം നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത്. മനസ്സിലായത്? എപ്പോഴും ഓർക്കാട്ടോ, ഷോർട്ട് ലിസ്റ്റ് ചെയ്യാന്ന് പറയുമ്പോൾ അതിനൊക്കെ ലിമിറ്റ് ഉണ്ടല്ലോ, എത്ര ആളുകളെ ഉൾപ്പെടുത്തണം ഷോർട്ട് ലിസ്റ്റില്. അപ്പൊ നമ്മുടെ റിക്വയർമെന്റ് എത്രയാണ്? ഇപ്പൊ ഇവിടെ പറഞ്ഞു ഒരു 15 വേക്കൻസി ഉണ്ടെങ്കിൽ അതിന്റെ ഒരു 3 or 4 ഇരട്ടി എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 45 to 60 കാൻഡിഡേറ്റ്സിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം? ഷോർട്ട് ലിസ്റ്റ് അവിടെ തയ്യാറാക്കാം. അത് ഏതൊരു പോസ്റ്റിനെ അങ്ങനെ തന്നെ ചെയ്യും. ഒത്തിരി അപ്ലിക്കേഷൻസ് ഒക്കെ വരുമ്പോൾ അതിന്റെ ഒരു 3 or 4 മടങ്ങ് കാൻഡിഡേറ്റ്സ് ഉൾപ്പെടുന്ന രീതിയിൽ ഒരു ഷോർട്ട് ലിസ്റ്റ് നമ്മൾ തയ്യാറാക്കുക. അങ്ങനെ നമുക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നതിലൂടെ കുറെ കൂടി ഇന്റർവ്യൂ പ്രോസസ് ഈസി ആക്കി മാറ്റാൻ സാധിക്കും. അതോടൊപ്പം നമ്മൾ നേരത്തെ കുറച്ച് പാരാമീറ്റേഴ്സുകൾ പറഞ്ഞു. ആ പാരാമീറ്റേഴ്സിന് അപ്പുറത്തേക്ക് കൂടുതൽ പാരാമീറ്റേഴ്സുകൾ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പറയുന്ന പോലെ ഇന്റർവ്യൂ പ്രോസസ് നമുക്ക് കണ്ടക്ട് ചെയ്യാനായിട്ട് പറ്റും. വളരെ വളരെ കുറച്ച് പാരാമീറ്റേഴ്സ് മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. ഇനിയും നമുക്ക് ഒരുപാട് പാരാമീറ്റേഴ്സുകളൊക്കെ ഉപയോഗിച്ച് വേണം നമുക്ക് കാൻഡിഡേറ്റ്സിന് വിലയിരുത്താനായിട്ട്. അപ്പൊ ഈ മുകളിൽ പറഞ്ഞ പാരാമീറ്റേഴ്സിനേക്കാൾ ഉപരി കൂടുതൽ പാരാമീറ്റേഴ്സുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഇന്റർവ്യൂ പ്രോസസ് അവിടെ കണ്ടക്ട് ചെയ്യാനും സാധിക്കും. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ ആശയം ഇത്രയേ ഉള്ളൂ. ഷോർട്ട് ലിസ്റ്റിന്റെ പർപ്പസ് എന്താണ്? ഇന്റർവ്യൂ പ്രോസസ് കുറെ കൂടെ സിംപ്ലിഫൈ ചെയ്യാനും ഒരു പെർഫെക്റ്റ് കാൻഡിഡേറ്റിനെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഷോർട്ട് ലിസ്റ്റ് തയ്യാറാക്കുന്നത് അല്ലെ? ഇനി ഷോർട്ട് ലിസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും അത് ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മുടെ റിക്വയർമെന്റിന്റെ ഒരു 3 or 4 മടങ്ങ് കാൻഡിഡേറ്റ്സിനെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഷോർട്ട് ലിസ്റ്റ് തയ്യാറാക്കുന്നത്. ക്ലിയർ ആയാലും ഇത്രയും കാര്യങ്ങള് ഓക്കെ അല്ലേ? എളുപ്പമാണ് കേട്ടോ, എളുപ്പമുള്ള കാര്യങ്ങളാണ്. പക്ഷെ അതിന് ക്വസ്റ്റ്യൻസ് ഒക്കെ വരും കേട്ടോ. എന്തിനാണ് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത് അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് ആ കൺസെപ്റ്റ് ക്ലിയർ ആയാലേ കിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മള് ഷോർട്ട് ലിസ്റ്റിങ്ങും കഴിഞ്ഞു. ഇനി നിങ്ങൾ പറയൂ, ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാല് അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കും? ഒന്ന് ഗസ് ചെയ്ത് പറഞ്ഞേ. ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വാട്ട്സ് നെക്സ്റ്റ്? അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കും? ഇന്റർവ്യൂ. ഓക്കെ, കറക്റ്റ് ആണ്. ഇന്റർവ്യൂ ആണല്ലോ, കറക്റ്റ് ആണ് അല്ലെ? ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യാം എന്നുള്ളതാണ് അല്ലെ? അപ്പൊ അതിനെ സംബന്ധിച്ച് കുറച്ച് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനാണ് കഴിയും. അതാണ് നെക്സ്റ്റ് പാരഗ്രാഫിനകത്ത് പറയുന്നത്. ഓക്കെ, ശ്രദ്ധിക്കാം. ലെറ്റ് us now move on to the next step. Desired applications have been received at the end of the process. അവസാനം നമുക്ക് അത്യാവശ്യമെല്ലാം ആപ്ലിക്കേഷൻസുകൾ നമുക്ക് ലഭിച്ചു കഴിഞ്ഞു അല്ലെ? നമുക്ക് ലഭിച്ചിട്ടുണ്ടാവും. ഷോർട്ട് ലിസ്റ്റിംഗ് also stands completed according to the designations and as per the parameters laid down. അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേ. designations and the parameters laid down. നമ്മൾ ഷോർട്ട് ലിസ്റ്റും അവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും അല്ലെ? ഷോർട്ട് ലിസ്റ്റിംഗ് നമ്മൾ പൂർത്തിയാക്കിയിട്ടുണ്ടാവും. നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത് നേരത്തെ പറഞ്ഞ പോലെ ചില പാരാമീറ്റേഴ്സിനെ ബേസ് ചെയ്തുകൊണ്ടും പ്ലസ് ഡെസിഗ്നേഷൻ. അതായത് നമ്മൾ ഓരോ ജോലി അനുസരിച്ച്, ജോബ് റോൾ അനുസരിച്ചും പാരാമീറ്റേഴ്സിനെ അത് തന്നെ പദവി അനുസരിച്ച് ഓരോ ജോബ് ടൈറ്റിൽ വ്യത്യാസമുണ്ട്. ഒരു മാനേജർ പോസ്റ്റിലേക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ ആയിരിക്കില്ല ഒരു ക്ലർക്കിന്റെ പോസ്റ്റിലോട്ട് വേണ്ടത് അല്ലെ? അല്ലെങ്കിൽ ഒരു ക്ലർക്കിന്റെ പോസ്റ്റിലേക്ക് വേണ്ട കാര്യങ്ങളായിരിക്കില്ല ഒരു നഴ്സിംഗ് സൂപ്പർവൈസറിന്റെ ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കില്ല. അപ്പൊ വ്യത്യാസമുണ്ട്, ഓരോ ഡെസിഗ്നേഷനും വ്യത്യാസമുണ്ട് അല്ലെ? അപ്പൊ ഓരോ പദവിക്ക് അനുസരിച്ച് കൊണ്ടും വിവിധ പാരാമീറ്റേഴ്സുകളെ ബേസ് ചെയ്തുകൊണ്ടും നമ്മൾ ഷോർട്ട് ലിസ്റ്റിംഗ് അവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇന്റർവ്യൂ ആണ് അല്ലെ? The next step is to decide on an interview date. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? നമ്മളൊരു ഇന്റർവ്യൂ ഡേറ്റ് ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ്. പക്ഷേ ഇന്റർവ്യൂ ഡേറ്റ് ഫിക്സ് ചെയ്യുന്നതിനേക്കാളും മുമ്പ് മറ്റൊരു കാര്യം ഇവിടെ ചെയ്യാറുണ്ട്. നമ്മൾ ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം പ്രീ റിക്രൂട്ട്മെന്റ് ഫേസിൽ വരുന്നതാണ് കേട്ടോ. റിക്രൂട്ട്മെന്റിന് മുൻപായിട്ട് നമ്മുടെ സ്ഥാപനത്തിൽ നടത്തുന്ന ചില തയ്യാറെടുപ്പുകളാണ് നമ്മൾ ഇത്രയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിനെ പറ്റിയിട്ടാണ് കേട്ടോ. അപ്പൊ നമുക്ക് അത് മറന്നു പോകരുത്. അപ്പൊ നോക്കുക, ഇന്റർവ്യൂ ഡേറ്റ് നമുക്ക് ഫിക്സ് ചെയ്യാറുള്ളത്. ഇന്റർവ്യൂ ഡേറ്റ് ഫിക്സ് ചെയ്യുന്നതിന് മുൻപ് നമ്മൾ ആദ്യം എന്ത് ചെയ്യണമെന്ന് അറിയൂ? ഇന്റർവ്യൂ പാനലിനെ നമ്മൾ തീരുമാനിക്കണം. എന്ത് തീരുമാനിക്കണം? ഇന്റർവ്യൂ പാനലിനെ നമ്മൾ തീരുമാനിക്കണം. അതിനെ പറ്റിയാണ് അടുത്തത് കേട്ടോ.
നോക്കുക. The availability of all the job aspirants are not normally considered while fixing an interview date. They should keep out of all engagements and make it convenient to attend the scheduled interview. നമ്മൾ കാൻഡിഡേറ്റ്സിന്റെ സൗകര്യം പരിഗണിച്ചിട്ടാണോ നമ്മളൊരു ഇന്റർവ്യൂ ഡേറ്റ് കണ്ടക്ട് ചെയ്യണേ? അങ്ങനെയാണോ? അല്ല, ഇല്ല, ഒരിക്കലും അല്ല. നമ്മൾ കാൻഡിഡേറ്റ്സിന്റെ സൗകര്യത്തെ നോക്കിയിട്ടല്ല നമ്മൾ ഇന്റർവ്യൂ ഡേറ്റ് കണ്ടക്ട് ചെയ്യുന്നത്, അല്ലെ? സ്ഥാപനം ഒരു ഇന്റർവ്യൂ ഡേറ്റ് ഫിക്സ് ചെയ്യുന്നു, അതനുസരിച്ച് കാൻഡിഡേറ്റ് അവരുടെ എൻഗേജ്മെന്റ്സുകൾ എല്ലാം എങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മാറ്റി വെച്ച് ആ ഷെഡ്യൂൾഡ് ഇന്റർവ്യൂവിൽ അവർ പങ്കെടുക്കാനായിട്ട് ശ്രമിക്കുക. ബിക്കോസ് അത് നമ്മുടെ ആവശ്യമാണ്, അല്ലെ? ജോലി എന്നുള്ളത് കാൻഡിഡേറ്റ്സിന്റെ ആവശ്യമാണ്, രണ്ടു കൊടുക്കുന്നതല്ല, അപ്പൊ അവരുടെ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ അവരെല്ലാ എൻഗേജ്മെന്റ്സുകളും ഒഴിവാക്കി കൃത്യമായിട്ടുള്ള ഷെഡ്യൂൾ ചെയ്ത ഇന്റർവ്യൂ ഡേറ്റിൽ അറ്റൻഡ് ചെയ്യാനായിട്ട് അവർ ശ്രമിക്കും. ഓക്കെ, അത് നോക്കുക. However, the specific interview panel should be available for the interview for which the HR manager should take an oral confirmation and later a written reconfirmation before sending the information or call letters to the job aspirants. അപ്പോ ഇന്റർവ്യൂ ഡേറ്റ് ഫിക്സ് ചെയ്യണമെന്നുള്ളത് നമുക്ക് മനസ്സിലായി. പക്ഷെ ഇന്റർവ്യൂ ഡേറ്റ് ഫിക്സ് ചെയ്യുന്നതിന് മുൻപായിട്ട് ഇന്റർവ്യൂ പാനലിന് നമ്മൾ തീരുമാനിച്ചിരിക്കണം. അഥവാ ഇന്റർവ്യൂ പാനൽ മെമ്പേഴ്സിന്റെ ആ ഒരു അവൈലബിലിറ്റി ആര് ഉറപ്പുവരുത്തണം? HR മാനേജർ ഉറപ്പുവരുത്തണം. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു സ്പെസിഫിക് ഇന്റർവ്യൂ പാനൽ ആവശ്യമുണ്ട്. അവരുടെ ആ ഒരു അവൈലബിലിറ്റി HR മാനേജർ ഓൾറെഡി അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അവരോട് വാക്കാലും അത് പറഞ്ഞ് ഉറപ്പുവരുത്തണം. അതിനുശേഷം രേഖാമൂലവും ആ ഇന്റർവ്യൂ പാനലിന്റെ ലഭ്യത ആര് ഉറപ്പുവരുത്തണം? HR മാനേജർ ഉറപ്പാക്കണം. അതിനുശേഷം മാത്രമേ ഇത് ചെയ്യാൻ പാടുള്ളൂ, കോൾ ലെറ്റർ ഈ പറയുന്ന കാൻഡിഡേറ്റ്സിന് അയക്കാനായിട്ട് പാടുള്ളൂ. ഓക്കെ, അത് എന്തുകൊണ്ടാണ് ഇത്ര ഇമ്പോർട്ടൻസ് വരുന്നത് നമുക്ക് നോക്കാം. ഇന്റർവ്യൂ പാനൽ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ ഏത് കാറ്റഗറിയിലേക്കാണോ നമ്മൾ ഇന്റർവ്യൂ നടത്തുന്നത്, അപ്പൊ അതിലേക്ക് ആ ഒരു ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യേണ്ട ആ ഒരു മെമ്പേഴ്സിന്റെ ലിസ്റ്റ് നമ്മൾ തയ്യാറാക്കണം. അതാണ് ഇന്റർവ്യൂ പാനൽ എന്ന് പറഞ്ഞാൽ. അതാണ് ഏതൊക്കെ മെമ്പേഴ്സ് ആണ് ആ ഇന്റർവ്യൂ പാനലിൽ പങ്കെടുക്കുന്നത്, അല്ലെ? അത് ആദ്യം തീരുമാനിക്കണം. അപ്പൊ ആ ഇന്റർവ്യൂ പാനൽ മെമ്പേഴ്സ് എല്ലാം അവൈലബിൾ ആണോ എന്നുള്ളത് ഉറപ്പാണ്. നമ്മളിപ്പോ ഒരു ഇന്റർവ്യൂ ഡേറ്റ് ഫിക്സ് ചെയ്യുമ്പോൾ ആ ഡേറ്റിൽ ഈ പറയുന്ന ഇന്റർവ്യൂ പാനൽ മെമ്പേഴ്സിന് എല്ലാവർക്കും എത്താൻ സാധിക്കുമോ, അവർക്കത് കണ്ടക്ട് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ള അവരുടെ അവൈലബിലിറ്റി ഉറപ്പുവരുത്തണം. അത് ആര് ഉറപ്പുവരുത്തണം? HR മാനേജർ ഉറപ്പുവരുത്തണം. കാരണം HR ഡ്യൂട്ടിയാണ്, HR ഡിപ്പാർട്ട്മെന്റിന്റെ ഡ്യൂട്ടിയാണ് ആളുകളുടെ റിക്രൂട്ട്മെന്റും ഇന്റർവ്യൂവും കാര്യങ്ങളൊക്കെ. അപ്പൊ അവര് ഓൾറെഡി അത് കൺഫേം ചെയ്യണം. അതിന് പുറമെ അതിനുശേഷം അവര് രേഖാമൂലവും എന്ത് ചെയ്യണം? അത് കൺഫേം ചെയ്ത് വെറുതെ വാക്കാൻ പറഞ്ഞിട്ട് കാര്യമില്ല. രേഖാമൂലവും നമ്മളുടെ അവൈലബിലിറ്റി ഉറപ്പാക്കിയിരിക്കണം. എന്നിട്ട് വേണം ഇന്റർവ്യൂ ഡേറ്റ്. അതിനുശേഷം വേണം നമ്മൾ കാൻഡിഡേറ്റ്സിന് ഇന്ന ഡേറ്റിലാണ് ഇന്റർവ്യൂ എന്ന് പറഞ്ഞ് നമുക്ക് കോൾ ലെറ്റർ. ഓക്കെ, അതാണ് നമ്മൾ പറയുന്നത്. For confirming the interview panel, it is necessary to visualize the interview panel. അപ്പൊ നമ്മളൊരു ഇന്റർവ്യൂ പാനലിനെ തീരുമാനിക്കുന്നതിന് മുൻപായിട്ട് ജസ്റ്റ് അതൊന്ന് വിഷ്വലൈസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. വിഷ്വലൈസ് ചെയ്യാൻ മീൻസ് അവിടെ ഉദ്ദേശിക്കുന്നത് പ്ലാൻ ചെയ്യുന്നത് നല്ലതായിരിക്കും. അതായത് ഇന്റർവ്യൂ പാനൽ മെമ്പേഴ്സിൽ ആരൊക്കെ ഉണ്ടായിരിക്കണം, ഏത് രീതിയിലാണ് ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നത്, അതിന്റെ ഒരു ലുക്ക് എങ്ങനെയായിരിക്കണം, എങ്ങനെയുള്ള ഒരു എൻവയോൺമെന്റ് ആണ് ഒരു ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് തയ്യാറാക്കേണ്ടത്. അപ്പൊ ആ ഒരു രീതിയിൽ ഇന്റർവ്യൂ പാനലിൽ വിഷ്വലൈസ് ചെയ്യുന്നത് വളരെയധികം നല്ലതാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായില്ലേ? നിങ്ങൾക്ക് എളുപ്പമുള്ള കാര്യങ്ങളാണ് പറഞ്ഞത് കേട്ടോ. ഓക്കെ അല്ലേ? അല്ലെങ്കിൽ ഒന്ന് വായിച്ചു നോക്കി, വായിച്ചു നോക്കി, ജസ്റ്റ് നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊന്ന് വായിക്കുക കേട്ടോ. ടെസ്റ്റിമോണിയൽ എന്ന് പറഞ്ഞാല് സാക്ഷ്യപത്രം എന്നുള്ള അർത്ഥമുണ്ട് കേട്ടോ. അതായത് നമ്മൾ ആരെങ്കിലും റെഫറൻസ് ഒക്കെ നോക്കും. നമ്മള് ഈ ബയോഡാറ്റ അല്ല, നമ്മൾ എന്തെങ്കിലും അപ്ലിക്കേഷൻ ഫോമുകൾ ചില റെഫറൻസ് ആവശ്യപ്പെടാറുണ്ട്. റെഫറൻസ് ആവശ്യപ്പെടാറുണ്ട്. ചില നമ്മളെ കമ്പനിയിലേക്കൊക്കെ എന്തെങ്കിലും വാക്കൻസി വന്ന് നമ്മൾ അപ്ലൈ ചെയ്ത് ചിലപ്പോൾ അവര് തന്നെ ഒരു ബയോഡാറ്റയുടെ ഒരു ഫോം നമുക്ക് തരും. അത് നമ്മൾ കോപ്പി എടുത്തിട്ട് അത് ഫില്ല് ചെയ്ത് വേണം കൊണ്ടുപോകാനായിട്ട്. ചിലത് അതിനകത്ത് എന്തുണ്ടാവും, റെഫറൻസ് എന്ന് പറഞ്ഞു കൊടുക്കും.
അതായത് നമ്മൾ ആരെങ്കിലും റെഫർ ചെയ്യുന്ന, നമ്മൾ മുന്നേ പഠിച്ച ജോലി അല്ലെങ്കിൽ നമ്മൾ ജോലി ചെയ്ത സ്ഥലത്ത് ആരെങ്കിലും 2 റെഫറൻസ് അതിൽ കൊടുക്കാൻ പറയും. അപ്പൊ അവരെന്ത് ചെയ്യും, നമ്മൾ റെഫറൻസ് കൊടുക്കുന്ന ആളുകളെ വിളിച്ച് ചിലപ്പോൾ അന്വേഷിക്കും നമ്മളെ പറ്റി, നമ്മൾ എങ്ങനെയായിരുന്നു, എന്തൊക്കെയാണ്, അങ്ങനെ നമ്മൾ റെഫറൻസ് കൊടുക്കില്ലേ. അതാണ് അവിടെ ഉദ്ദേശിക്കുന്ന ടെസ്റ്റിമോണിയൽസ് കേട്ടോ. മറ്റാരെങ്കിലും ഒരു സാക്ഷ്യപത്രം നമ്മളെ റെക്കമെൻഡ് ചെയ്തുകൊണ്ട് മറ്റാരെങ്കിലും നടത്തുന്ന ഒരു സാക്ഷ്യപത്രം കേട്ടോ. അതാണ് അവിടെ ടെസ്റ്റിമോണിയൽസ് ഉദ്ദേശിക്കുന്നത്. എക്സ്പീരിയൻസ് അല്ല. എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ നമ്മളൊരു അതെന്ന് പറയുന്നത് എന്താ, നമ്മൾ എവിടെയെങ്കിലും ജോലി ചെയ്ത് എത്ര നാൾ നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ട് അല്ലെ. ചിലർ ഫ്രഷർ ആയിരിക്കും, ചിലര് വേറെ എവിടെയെങ്കിലും ജോലി ചെയ്ത് ഇത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടാവും. അതല്ല റെഫറൻസ്, അതല്ല. റെഫറൻസ് എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മൾ ജോലി ചെയ്ത സ്ഥലത്ത് നമ്മുടെ കൂടെ നമ്മളുടെ സുപ്പീരിയർ ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെയൊക്കെ 2 റെഫറൻസ് നമ്മളോട് കൊടുക്കാൻ ആവശ്യമുണ്ട്. അപ്പൊ നമ്മൾ അവരുടെ പേരും അല്ലെങ്കിൽ അവരുടെ ഡെസിഗ്നേഷനും ഒക്കെ നമ്മൾ അതിൽ എഴുതി ചേർത്ത്. എന്തിനു വേണ്ടിയിട്ട് അവരുടെ ഫോൺ നമ്പറൊക്കെ എഴുതി ചേർക്കണം. അത് വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല. അപ്പൊ നമ്മള് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മളെ പറ്റിയിട്ട് ആ സ്ഥാപനത്തിന് അറിയണമെങ്കിൽ ഈ റെഫറൻസ് കൊടുത്ത ആൾക്കാരെ അല്ലെങ്കിൽ വിളിച്ച് ചോദിക്കാം, അവരിലൂടെ അന്വേഷിക്കാം നമ്മൾ എങ്ങനെയാണ്, നമ്മുടെ ക്യാരക്ടർ എന്താണ്, നമ്മൾ നല്ലതാണോ, അല്ലെങ്കിൽ നമ്മുടെ കണ്ടക്ട് എങ്ങനെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റെഫറൻസ് കൊടുക്കുന്നത്. അത് എക്സ്പീരിയൻസ് അല്ല. എക്സ്പീരിയൻസ് വേറെയാണ്. നമുക്ക് ഇവിടെ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ടോ എന്നതാണ് കേട്ടോ. രണ്ടാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയും മനസ്സിലായല്ലോ. അപ്പൊ നമുക്ക് ഇന്റർവ്യൂ പാനലിനെ പറ്റി പഠിക്കാം. ഇന്റർവ്യൂ പാനൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ലിസ്റ്റ് ഓഫ് മെമ്പേഴ്സ് ആണ് അല്ലെ, who will conduct the interview. നമ്മൾ ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്ന ആളുകളുടെ ഒരു മെമ്പേഴ്സിന്റെ ഒരു ലിസ്റ്റ് നമ്മൾ തയ്യാറാക്കാണ് അല്ലെ. അതാണ് ഇന്റർവ്യൂ പാനൽ എന്നതുകൊണ്ട് അവിടെ ഉദ്ദേശിക്കുന്നത്. സംഭവം മനസ്സിലായല്ലോ. ഇന്റർവ്യൂ ഡേറ്റ് ഫിക്സ് ചെയ്യുന്നതിന് മുമ്പ് ആദ്യം നമ്മൾ ഇന്റർവ്യൂ പാനലിനെ നമ്മൾ തീരുമാനിക്കണം. അതിലെ മെമ്പേഴ്സ് ആരൊക്കെയാണെന്ന് തീരുമാനിക്കണം, അവരുടെ അവൈലബിലിറ്റി ഉറപ്പുവരുത്തണം. അപ്പൊ നമ്മൾക്ക് ഇവിടെ പഠിക്കാനുണ്ട് കേട്ടോ. ഇന്റർവ്യൂ പാനലിൽ നിങ്ങൾ പ്രത്യേകം പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, ശ്രദ്ധിക്കാം. ഇന്റർവ്യൂ പാനൽ, ബിഫോർ ഫൈനലൈസിംഗ് ദ ഇന്റർവ്യൂ പാനൽ we have to see which category of interview is going to be scheduled. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് പറഞ്ഞത്. അണ്ടർലൈൻ ചെയ്ത് വെക്കാം. നമ്മളൊരു ഇന്റർവ്യൂ പാനലിനെ തീരുമാനിക്കുന്നതിന് മുമ്പായിട്ട് ഏത് കാറ്റഗറിയിലേക്കുള്ള ഇന്റർവ്യൂ ആണ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത് അതാദ്യം നമ്മൾ തീരുമാനിക്കണം. ഏത് കാറ്റഗറിയിലേക്കുള്ള ഇന്റർവ്യൂ ആണ് നമ്മൾ കണ്ടക്ട് ചെയ്യാൻ പോകുന്നത് അതനുസരിച്ചിട്ട് വേണം നമ്മൾ ഇന്റർവ്യൂ പാനലിനെ ഡിസൈഡ് ചെയ്യാനായിട്ട്. എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? എക്സാമ്പിൾ പറയുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, an interview for appointing housekeeping staff members need not be addressed by a chairman of the hospital. ഇപ്പൊ ഒരു ഹോസ്പിറ്റലില് ഒരു ഹൗസ് കീപ്പിംഗ് സ്റ്റാഫിന്റെ കാറ്റഗറി, അതായത് ക്ലാസ് 4 വിഭാഗമാണ് കേട്ടോ. ഹൗസ് കീപ്പിംഗ് സ്റ്റാഫിന്റെ ഒരു പോസ്റ്റിലേക്കുള്ള ഒരു ഇന്റർവ്യൂ ആണ് നടക്കുന്നതെന്ന് വിചാരിക്കാം. ആ ഒരു ഇന്റർവ്യൂ നടക്കുന്ന സമയത്ത് അവർ ഇന്റർവ്യൂ ചെയ്യുന്ന ഇന്റർവ്യൂ പാനലിനകത്ത് ഒരിക്കലും ഒരു ചെയർമാൻ അഡ്രസ് ചെയ്യേണ്ട കാര്യമില്ല അല്ലെ. ആ ഒരു ഹോസ്പിറ്റലിലെ ചെയർമാൻ ആ പാനലില് എന്താണ് ആവശ്യം വരുന്നില്ല. കാര്യം എന്താണ്? ഹൗസ് കീപ്പിംഗ് സ്റ്റാഫിന്റെ ഒരു ഇന്റർവ്യൂ ആണ്. അതൊരു ക്ലാസ് 4 വിഭാഗത്തിൽപ്പെട്ട ഇന്റർവ്യൂ ആണ്. അങ്ങനെ അവരെ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ ഒരിക്കലും ഒരു ഹോസ്പിറ്റലിന്റെ ചെയർമാൻ എന്ന് നമുക്ക് ഇന്റർവ്യൂ പാനൽ ബോർഡില് ഉൾപ്പെടുത്തേണ്ട ആവശ്യം ഇല്ല. ഓക്കെ, ലൈക്ക് പൈസ മറ്റൊരു ഉദാഹരണം കൂടെ പറയുന്നുണ്ട്. The interview for the medical superintendent need not to be addressed by a lower designated staff like the nursing superintendent. അതുപോലെ ഒരു മെഡിക്കൽ സൂപ്രണ്ടിന്റെ ഇന്റർവ്യൂ നടത്തുകയാണ്. ആ ഒരു കാറ്റഗറിയിൽ ടോപ്പ് ലെവൽ ആണ് കേട്ടോ, ടോപ്പ് കാറ്റഗറി ലെവലാണ്. അപ്പൊ അതിന്റെ ആ ഒരു പോസ്റ്റിലോട്ട് ഇന്റർവ്യൂ നടത്തുമ്പോൾ ഒരു കാരണവശാലും ആ ഇന്റർവ്യൂ പാനലില് ആ ഒരു പദവിയിലേക്കാൾ താഴെ ഡെസിഗ്നേഷൻ ഉള്ള നഴ്സിംഗ് സൂപ്രണ്ട് അഡ്രസ് ചെയ്യേണ്ട കാര്യമില്ല. മനസ്സിലാക്കാൻ നടക്കുന്ന മെഡിക്കൽ സൂപ്പറിന്റെ ഇന്റർവ്യൂ ആണ്. അതിലേക്ക് അതിന്റെ ഡെസിഗ്നേഷനിൽ താഴ്ന്ന റാങ്കിലുള്ള ഒരു നഴ്സിംഗ് സൂപ്രണ്ട് ഒരിക്കലും ആ ഇന്റർവ്യൂ പാനലിൽ അംഗമായിരിക്കാനായിട്ട് പാടില്ല. ഓക്കെ, മനസ്സിലായോ? അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ഏത് കാറ്റഗറിയിലേക്കാണോ ഇന്റർവ്യൂ നടത്തുന്നത് അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ തീരുമാനിക്കാനായിട്ട് ഇന്റർവ്യൂ പാനലിന്റെ തീരുമാനിക്കാൻ. ആ ഒരു പോയിന്റ് അവിടെ മനസ്സിലാക്കാം കേട്ടോ. Okay, ഇതാണ് പറയുന്നത്. We can see, so before we decide upon the interview pattern, we have seen the category of the requirement. Okay, അപ്പൊ നമുക്ക് പാനലിൽ തീരുമാനിക്കുന്നതിന് മുൻപ് ഏത് കാറ്റഗറിയിലേക്കുള്ള റിക്വയർമെന്റ് ആണ് ഉള്ളതെന്ന് ആദ്യം നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് ഫിക്സ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ഇന്റർവ്യൂ പാനലിൽ തീരുമാനിക്കാനായിട്ട് പാടുള്ളൂ.
ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പൊ നമുക്ക് കാറ്റഗറി ഏതൊക്കെയാണ് നോക്കാം. നിങ്ങൾക്ക് പഠിക്കണോ കേട്ടോ. കാറ്റഗറി വളരെ ഇമ്പോർട്ടന്റ് ആണ്, പഠിക്കാനുണ്ട് കേട്ടോ. അപ്പൊ നോക്കാം, കാറ്റഗറി പഠിക്കാനുണ്ട്. സ്പെസിമെൻ ഓഫ് ഇന്റർവ്യൂ പാനൽ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് വരുന്ന ഭാഗങ്ങളാണ്, അത് പഠിച്ചു വെക്കണം കേട്ടോ. അപ്പൊ നോക്കാം, നോർമലി കാറ്റഗറി പറയാണ് ഏതൊക്കെ കാറ്റഗറി ഓഫ് വിഭാഗങ്ങളുണ്ട്, അതാദ്യം നമ്മൾ മനസ്സിലാക്കണം കേട്ടോ. നോർമലി ദ സ്റ്റാഫ് റിക്വയർമെന്റ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻടു 3 സെഗ്മെന്റ്സ്. എത്ര കാറ്റഗറി ഉണ്ട്? 3 കാറ്റഗറി ആയിട്ടാണ് നമ്മൾ പൊതുവെ തിരിക്കുന്നത് കേട്ടോ. ഒന്ന് ടോപ്പ് മാനേജ്മെന്റ്, സെക്കൻഡ് വൺ മിഡിൽ ആൻഡ് ജൂനിയർ മാനേജ്മെന്റ്, തേർഡ് വൺ ലോവർ കാറ്റഗറി സ്റ്റാഫ്. ഇതുപോലെ ഏറ്റവും ടോപ്പില് ടോപ്പ് മാനേജ്മെന്റ് കാറ്റഗറി, മിഡിൽ ആൻഡ് ജൂനിയർ ഒരുമിച്ചാണ് കേട്ടോ. മിഡിൽ ആൻഡ് ജൂനിയർ മാനേജ്മെന്റ് ആ ഒരു കാറ്റഗറി, ലാസ്റ്റ് വൺ ലോവർ കാറ്റഗറി സ്റ്റാഫ്. അങ്ങനെ 3 സെഗ്മെന്റ് ആയിട്ടാണ്, 3 കാറ്റഗറി ആയിട്ടാണ് നമ്മൾ തിരിക്കുന്നത്. എന്നിട്ട് പറയാണ്, അതോട് മനസ്സിലാക്കേണ്ട കാര്യം കേട്ടോ. ഇനി നോക്കുക, a normal staff recruitment can be addressed by the HOD, that means head of the department of a particular designation, that is a housekeeping supervisor or a housekeeping manager, along with the HR manager and the administrator of the hospital. Underline ചെയ്ത് വെച്ചിട്ടുള്ളൂ. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഹൗസ് കീപ്പിംഗ് സ്റ്റാഫിന്റെ ഇന്റർവ്യൂ ആണ് വിചാരിക്കുക. അത് ശരിക്കും പറഞ്ഞ ഒരു ലോവർ കാറ്റഗറി വിഭാഗമാണ്. അതൊരു നോർമൽ കാറ്റഗറിയാണ് കേട്ടോ. നോർമൽ നടത്തുന്ന ഒരു കാറ്റഗറിയാണ്, ലോവർ കാറ്റഗറി കൂടിയാണ്. അപ്പൊ ആ ഒരു കാറ്റഗറിയിലേക്ക് ഇന്റർവ്യൂ നടത്തുമ്പോ ആ ഇന്റർവ്യൂ പാനൽ ആരൊക്കെയാണ് ഉണ്ടാകുന്നത്? HOD അല്ലെ, ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ്. അതായത് ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ്, ആ ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ് ഉണ്ടായിരിക്കണം, ഹെഡ് ആ ഇന്റർവ്യൂ പാനലിൽ ഉണ്ടായിരിക്കണം. പിന്നെ വേണ്ടത് HR മാനേജറാണ്. ഒരു കാര്യം മനസ്സിലാക്കുക, ഏത് ആൾക്കാരുടെ ഇന്റർവ്യൂ നടത്തുമ്പോഴും ഇന്റർവ്യൂ പാനലില് നമ്മുടെ HR മാനേജറും അഡ്മിനിസ്ട്രേറ്ററും കോമൺ ആയിരിക്കും കേട്ടോ. HR മാനേജർ എല്ലാത്തിനും കോമൺ ആയിട്ടുണ്ടാവും. കാര്യം എന്താന്ന് വെച്ചാൽ HR ഡിപ്പാർട്ട്മെന്റ് ആണല്ലോ റിക്രൂട്ട്മെന്റ് ഇന്റർവ്യൂ ഒക്കെ കണ്ടക്ട് ചെയ്യുന്നത് അവരാണ്. സോ അവരെല്ലാ ഇന്റർവ്യൂ പാനലിലും ഉണ്ടാവും കേട്ടോ, അതെല്ലാത്തിലും ഉണ്ടാവും. അത് നടക്കണ്ട. അപ്പൊ HR മാനേജറും അഡ്മിനിസ്ട്രേറ്ററുമാണ് പിന്നെ ആ ഒരു പെർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റ്. ഇപ്പൊ നമ്മൾ പറഞ്ഞ ഹൗസ് കീപ്പിംഗ് ആണ്, ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ് ആ ഒരു ഇന്റർവ്യൂ പാനലിനകത്ത് ഉണ്ടായിരിക്കും. വേറെ ആരും ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഈ 3 പേരാണ് ആ ഇന്റർവ്യൂ പാനലിനകത്ത് ഉണ്ടായിരിക്കേണ്ടത്. സിമിലർലി the interview panel of a junior management category staff can be addressed by the nursing superintendent, medical superintendent, concerned HOD, and of course the HR and the administrative manager. ജൂനിയർ മാനേജ്മെന്റ് കാറ്റഗറി, that means മിഡിൽ ആൻഡ് ജൂനിയർ എന്ന് നമ്മൾ പറഞ്ഞില്ലേ, ആ ഒരു കാറ്റഗറിയിലേക്കുള്ള ഒരു ഇന്റർവ്യൂ ആണ് നമ്മൾ നടത്തുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആ ഇന്റർവ്യൂ പാനലിന് അഡ്രസ് ചെയ്യേണ്ട ആളുകൾ ആരൊക്കെയാണ്? നഴ്സിംഗ് സൂപ്രണ്ടന്റ് ആയിരിക്കണം, മെഡിക്കൽ സൂപ്രണ്ടന്റ് ആയിരിക്കണം, HOD ഉണ്ടായിരിക്കണം, ഏത് ഡിപ്പാർട്ട്മെന്റ് ആണോ അതിന്റെ ബന്ധപ്പെട്ട ഹെഡ് ഉണ്ടായിരിക്കണം. പിന്നെ നമ്മുടെ അഡ്മിനിസ്ട്രേറ്റർ, HR മാനേജർ കോമൺ ആണെന്ന് പറഞ്ഞു, HR മാനേജർ ഉണ്ടായിരിക്കണം, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ അതിലെ കേട്ടോ. അപ്പൊ ഓരോ കാറ്റഗറിക്ക് അനുസരിച്ച് ഇന്റർവ്യൂ പാനൽ മെമ്പേഴ്സിന് വ്യത്യാസം വരുന്നുണ്ട് അല്ലേ, ഇതാണ് അവിടെ പറയുന്നത് കേട്ടോ. However, the interview panel of a top management official, like appointing a medical superintendent or vice president marketing, vice president marketing, that should definitely contain either the chairman or a director designated by the chairman along with the HOD. That means that is president marketing and of course the general manager or HR and administrator. ഇനി അതേസമയം ഒരു ടോപ്പ് മാനേജ്മെന്റ് ഒഫീഷ്യലിന് വേണ്ടിയിട്ടുള്ള ഇന്റർവ്യൂ ആണെന്ന് വിചാരിക്കാം. ഒരു മെഡിക്കൽ സൂപ്രണ്ട് അല്ലെ, അതിന് ടോപ്പ് മാനേജ്മെന്റ് കാറ്റഗറി വിഭാഗത്തിൽ പെടുന്ന ഒരു സ്റ്റാഫാണ്. അപ്പൊ ആ ഒരു മെഡിക്കൽ സൂപ്രണ്ടിന്റെ ഇന്റർവ്യൂ ആണ് കണ്ടക്ട് ചെയ്യുന്നത്. തീർച്ചയായിട്ടും അതിപ്പോ ഒരു വൈസ് പ്രസിഡന്റ്, രണ്ടും ഒരേ ലെവലാണ്, ടോപ്പ് മാനേജ്മെന്റ് ആണ് കേട്ടോ. മെഡിക്കൽ സൂപ്രണ്ടോ അല്ലെങ്കിൽ വൈസ് പ്രസിഡന്റോ ഇന്റർവ്യൂ ആണെങ്കിൽ ആ ഇന്റർവ്യൂ പാനൽ അഡ്രസ് ചെയ്യേണ്ട ആൾക്കാരായിരിക്കും ചെയർമാൻ ഉണ്ട്, ഹോസ്പിറ്റലിൽ ചെയർമാൻ ഉണ്ടായിരിക്കണം. അതും അല്ലെങ്കിൽ ഡയറക്ടർ ഡെസിഗ്നേറ്റഡ് ബൈ എ ചെയർമാൻ, ചെയർമാൻ നിയോഗിക്കുന്ന, ചെയർമാന് വരാൻ പറ്റിയെങ്കിൽ ചെയർമാൻ ഡെസിഗ്നേറ്റ് ചെയ്ത ചെയർമാൻ നിയോഗിക്കുന്ന ഒരു ഡയറക്ടർ അവിടെ ആ ഒരു ഇന്റർവ്യൂ പാനൽ ഉണ്ടായിരിക്കണം. പിന്നെ HOD ഉണ്ടായിരിക്കണം, ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായിരിക്കണം, ദാറ്റ് മീൻസ് പ്രസിഡന്റ്, മാർക്കറ്റിംഗ് ആൻഡ് ഓഫ് കോഴ്സ് ജനറൽ മാനേജർ ഓഫ് HR, പിന്നെ നമുക്കറിയാം HR മാനേജർ ഉണ്ടായിരിക്കണം, അഡ്മിനിസ്ട്രേറ്ററും ഉണ്ടായിരിക്കണം കേട്ടോ. അപ്പൊ ഇതൊക്കെ എന്താണ്, അപ്പൊ ഒരു കാറ്റഗറി അനുസരിച്ചിട്ടാണ് നമ്മൾ ഇന്റർവ്യൂ പാനൽ മെമ്പേഴ്സിനെ തീരുമാനിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ കാറ്റഗറി കൊടുത്തിരിക്കുന്നത്.
നിങ്ങൾ പഠിച്ചു വെക്കുക എത്ര കാറ്റഗറിയാണ് ഉള്ളത്. 3 കാറ്റഗറിയാണ്. ടോപ്പ് മാനേജ്മെന്റ് കാറ്റഗറി, മിഡിൽ ആൻഡ് ജൂനിയർ മാനേജ്മെന്റ് കാറ്റഗറി, ദെൻ ലോവർ സ്റ്റാഫ്, ലോവർ കാറ്റഗറി കേട്ടോ. ഇത്രയും മനസ്സിലായോ കാര്യങ്ങള്? ഓക്കെ ആണോ? ക്ലിയർ അല്ലേ? അടുത്തത് പറയാം കേട്ടോ. ഇനിയുള്ളത് നിങ്ങൾക്ക് പോയിന്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഓരോ കാറ്റഗറിയിലേക്കും ഉണ്ടായിരിക്കേണ്ട എന്താണ് മെമ്പേഴ്സ് ആരൊക്കെയാണ്, ഇന്റർവ്യൂ പാനൽ മെമ്പേഴ്സ് ആരൊക്കെയാണ്, അത് പ്രത്യേകം ഓരോ കാറ്റഗറിയുടെ തിരിച്ച് അവിടെ എഴുതിയിട്ടുണ്ട്. അത് നിർബന്ധമായിട്ട് പഠിച്ചു വെക്കണം. ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാവുന്ന ഭാഗമാണ്. സോ അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. Specimen of interview panel. That means the list of members who will conduct that interview conduct ചെയ്യുന്ന മെമ്പേഴ്സിനെ നമ്മൾ ആ ലിസ്റ്റ് തയ്യാറാക്കണം കേട്ടോ. അതാണ് സ്പെസിമെൻ ഓഫ് ഇന്റർവ്യൂ പാനൽ എന്നതിന്റെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നോക്കാം, അതായത് നോക്കാം, ടാലന്റ് അക്വിസിഷൻ ഫോർ ഹൈ ഒഫീഷ്യൽസ് അണ്ടർ ദ സീനിയർ മാനേജ്മെന്റ് കാറ്റഗറി കേട്ടോ. സീനിയർ മാനേജ്മെന്റ് കാറ്റഗറി വിഭാഗത്തിലേക്കുള്ള ഇന്റർവ്യൂ ആണ് വിചാരിക്കുന്നത്. അപ്പൊ നോക്കി, സീനിയർ മാനേജ്മെന്റ് കാറ്റഗറിയിൽ വരുന്ന ആളുകള്, ഇങ്ങനെയുള്ള സ്റ്റാഫുകളൊക്കെയാണ് സീനിയർ മാനേജ്മെന്റ് കാറ്റഗറിയിലോട്ട് വരുന്നത്. നോക്കുക കേട്ടോ, അതൊന്ന് നോട്ട് ചെയ്തിരിക്കുക. വൈസ് പ്രസിഡന്റ് പേര് കേൾക്കുമ്പോ തന്നെ നമുക്കറിയാമോ സീനിയർ ലെവലാണോ എന്നുള്ളത്. നമുക്ക് പേര് കേൾക്കുമ്പോ തന്നെ കുറെ മനസ്സിലാവും. വൈസ് പ്രസിഡന്റ് ഏറ്റവും ടോപ്പ് മാനേജ്മെന്റ് ആണ്. അതുപോലെ തന്നെ ജനറൽ മാനേജർ ഓഫ് ഹോസ്പിറ്റൽ, ജനറൽ മാനേജർ, അസിസ്റ്റന്റ് മാനേജർ, സീനിയർ മാനേജർ, ഈ 4 പേര് കേട്ടോ. ഇതിലാണ് സീനിയർ മാനേജ്മെന്റ് കാറ്റഗറിയിൽ വരുന്ന ഇത്തരം പൊസിഷൻസുകൾ. വൈസ് പ്രസിഡന്റ്, ജനറൽ മാനേജർ, അസിസ്റ്റന്റ് മാനേജർ, സീനിയർ മാനേജേഴ്സ്. ഓക്കെ, ഈ ഒരു കാറ്റഗറി ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കുക സീനിയർ മാനേജ്മെന്റ് കാറ്റഗറിന്ന് ആവില്ല ചോദിക്കാം. നിങ്ങളോട് ചിലപ്പോൾ ചോദിക്കുക വൈസ് പ്രസിഡന്റിന്റെ ഇന്റർവ്യൂ പാനലിൽ ആരൊക്കെയാണ്, വൈസ് പ്രസിഡന്റിന് വേണ്ടി നടത്തുന്ന ഇന്റർവ്യൂ പാനലിൽ ആരൊക്കെയാണ് ഉണ്ടായിരിക്കും. അപ്പൊ നിങ്ങൾ ചിന്തിക്കണം, വൈസ് പ്രസിഡന്റ് എന്ന് പറയുന്നത് സീനിയർ കാറ്റഗറി വിഭാഗത്തിലാണ്. അങ്ങനെ ചിന്തിച്ചിട്ട് വേണം ആൻസർ ചെയ്യാനായിട്ട് കേട്ടോ. ചിലപ്പോൾ ജനറൽ മാനേജർ ആവും ചോദിക്കുന്നത്, ചിലപ്പോൾ അസിസ്റ്റന്റ് മാനേജർ ആയിരിക്കാം, സീനിയർ മാനേജർ ആയിരിക്കാം. അങ്ങനെ എടുത്ത് ചോദിക്കുമ്പോൾ ഈ പറയുന്ന ആളുകള് സീനിയർ കാറ്റഗറി വിഭാഗത്തിലാണ് എന്നുള്ളത് മനസ്സിലുണ്ടായിരിക്കണം. സോ അവര് ഇന്റർവ്യൂ ചെയ്യുമ്പോൾ ഇന്റർവ്യൂ പാനൽ മെമ്പേഴ്സിൽ ആരൊക്കെയാണ് ഉണ്ടായിരിക്കുന്നത്. ഇവിടെ ഗ്യാപ്പ് കൊടുത്തിട്ടില്ല, അതുകൊണ്ട് കൺഫ്യൂഷൻ അപ്പൊ ഇവിടെ വരെയുള്ളൂ കേട്ടോ. സീനിയർ മാനേജ്മെന്റ് കാറ്റഗറിയിൽ വരുന്നത് വൈസ് പ്രസിഡന്റ്, ജനറൽ മാനേജർ, അസിസ്റ്റന്റ് ജനറൽ മാനേജർ ആൻഡ് സീനിയർ മാനേജേഴ്സ്. ഈ പോസ്റ്റിലേക്ക് ഇന്റർവ്യൂ നടത്തുമ്പോൾ ഇന്റർവ്യൂ പാനൽ മെമ്പേഴ്സ് ആരൊക്കെ ആയിരിക്കണം എന്നുള്ളതാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ആരൊക്കെ ആയിരിക്കണം നോക്കി, ചെയർമാൻ. അവർ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ ഇന്റർവ്യൂ പാനലിൽ ആരുണ്ടായിരിക്കണം, ചെയർമാൻ ഉണ്ടായിരിക്കണം. അതായത് ടോപ്പ് മാനേജ്മെന്റ് കാറ്റഗറിയാണ് ചെയർമാൻ. അതുപോലെ കോർപ്പറേറ്റ് ഓഫ് GM ഓർ GM അഡ്മിനിസ്ട്രേഷൻ, അതായത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ജനറൽ മാനേജർ ഓഫ് അഡ്മിനിസ്ട്രേഷൻ, അഡ്മിനിസ്ട്രേഷൻ വിഭാഗത്തിന്റെ ജനറൽ മാനേജർ ഉണ്ടായിരിക്കണം. ടെക്നിക്കൽ ഹെഡ് ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ, ജനറൽ മാനേജർ ഓഫ് ഹ്യൂമൻ റിസോഴ്സസ്. HR-ന്റെ GM എല്ലാത്തിലും ഉണ്ടാവുന്ന കോമൺ ആണെന്ന് ഞാൻ പറഞ്ഞു. സോ ഹ്യൂമൻ റിസോഴ്സിന്റെ ജനറൽ മാനേജർ ഉണ്ടായിരിക്കണം. ആരൊക്കെയാണ് ഒന്നാലോചിച്ച് നോക്കി, ഒന്ന് ചെയർമാൻ ഉണ്ടായിരിക്കണം, പിന്നെ ആരുടെ ജനറൽ മാനേജർ ഓഫ് അഡ്മിനിസ്ട്രേഷൻ, ദാറ്റ് മീൻസ് ആ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ജനറൽ മാനേജർ ഉണ്ടായിരിക്കണം, ടെക്നിക്കൽ ഹെഡ് ഉണ്ടായിരിക്കണം, ദെൻ എന്താണ് ജനറൽ മാനേജർ ഓഫ് HR ഡിപ്പാർട്ട്മെന്റ്. ഇത്രയും പേരാണ് ഇതിനകത്ത് വേണ്ടത്. ഈ പറയുന്ന സീനിയർ മാനേജ്മെന്റ് കാറ്റഗറി സ്റ്റാഫിനെ ഇന്റർവ്യൂ ചെയ്യുന്നത്. അപ്പൊ സീനിയർ മാനേജ്മെന്റ് കാറ്റഗറിയിൽ ആവില്ല എന്ന് ചോദിക്കാം, വൈസ് പ്രസിഡന്റിനോ ജനറൽ മാനേജറിനോ അസിസ്റ്റന്റ് മാനേജറിനോ സീനിയർ മാനേജേഴ്സിനോ ചോദിച്ചാൽ അത് സീനിയർ മാനേജ്മെന്റ് പഠിച്ചു വെക്കണം കേട്ടോ. ഇമ്പോർട്ടന്റ് ആണ്. അടുത്തത് പറയാണ് ടാലന്റ് അക്വിസിഷൻ ആൻഡ് സെലക്ഷൻ ഓഫ് ജൂനിയർ മാനേജ്മെന്റ് കാറ്റഗറി. ജൂനിയറിനോ മിഡിലിനോ ഒക്കെ തന്നെ സെയിം ആണ് കേട്ടോ. മിഡിൽ ഓർ ജൂനിയർ മാനേജ്മെന്റ് കാറ്റഗറി. അതിൽ വരുന്ന ആളുകൾ ആരൊക്കെയാണ് നോക്കിയേ, മാനേജേഴ്സ്, നോർമൽ മാനേജേഴ്സ്. മറ്റേന്ന് പറയുമ്പോൾ ജനറൽ മാനേജർ, അസിസ്റ്റന്റ് മാനേജർ, സീനിയർ മാനേജർ എന്നാ പറഞ്ഞത്. അത് സീനിയർ കാറ്റഗറിയാണ്. ജൂനിയർ മാനേജ്മെന്റ് കാറ്റഗറിയിൽ വെറും മാനേജേഴ്സ് ഉള്ളൂ, മാനേജേഴ്സ്, പിന്നെ അസിസ്റ്റന്റ് മാനേജേഴ്സ്. കൺഫ്യൂസ്ഡ് ആവരുത് കേട്ടോ. അസിസ്റ്റന്റ് ജനറൽ മാനേജർ അല്ല, അസിസ്റ്റന്റ് മാനേജർ എന്നാണ് കേട്ടോ. ഒരു വാക്കിന്റെ വ്യത്യാസം ഉള്ളൂ. ഒരെണ്ണം സീനിയറും ഒരെണ്ണം ജൂനിയറും ആണ് കേട്ടോ. ഓക്കെ, മാനേജർ, അസിസ്റ്റന്റ് മാനേജർ, പിന്നെ ആരാണ് സൂപ്പർവൈസർ. ആ പേര് കേൾക്കുമ്പോൾ നമുക്കറിയാലോ, തീരെ താഴ്ന്നതും അല്ല ടോപ്പിലും അല്ല, ഒരു മിഡിലിൽ എടുക്കുന്ന ആളുകളാണ് മാനേജർ,
അസിസ്റ്റന്റ് മാനേജർ, പിന്നെ സൂപ്പർവൈസർ. ഇവരാണ് ജൂനിയർ മാനേജ്മെന്റ് കാറ്റഗറി വിഭാഗത്തിൽ വരുന്നത്. അവരുടെ ഇന്റർവ്യൂ പാനലില് ആരൊക്കെയാണ് ഇന്റർവ്യൂ നടത്തേണ്ട, അല്ലെങ്കിൽ അവരുടെ ഇന്റർവ്യൂ പാനൽ മെമ്പേഴ്സ് ആരൊക്കെയായിരിക്കണം? ഒന്ന്, മാനേജ്മെന്റ് റെപ്രസെന്റേറ്റീവ് ഡെസിഗ്നേറ്റഡ് ബൈ ചെയർമാൻ. ചെയർമാൻ വേണ്ട, പക്ഷെ ചെയർമാൻ നിയോഗിക്കുന്ന ആ ഒരു മാനേജ്മെന്റിന്റെ റെപ്രസെന്റേറ്റീവ് അതിനകത്ത് ഉണ്ടായിരിക്കണം. ഓക്കെ. ജനറൽ മാനേജർ ഓഫ് അഡ്മിൻ, ദാറ്റ് മീൻസ് ജനറൽ മാനേജർ ഓഫ് അഡ്മിനിസ്ട്രേഷൻ. ആ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ജനറൽ മാനേജർ ഉണ്ടായിരിക്കണം. കൺസേൺഡ് HOD, ബന്ധപ്പെട്ട ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായിരിക്കണം. ഏതിന്റെ മാനേജർ? ബ്ലഡ് ബാങ്കിന്റെ ആണെങ്കിൽ ബ്ലഡ് ബാങ്കിന്റെ ഹെഡ് ഉണ്ടായിരിക്കണം. ലബോറട്ടറി ആണെങ്കിൽ ലബോറട്ടറിയുടെ ഹെഡ് ഉണ്ടായിരിക്കണം. ഓക്കെ, അത് കൺസേൺഡ് HOD. ദെൻ ജനറൽ മാനേജർ ഓഫ് ഹ്യൂമൻ റിസോഴ്സസ് പഠിച്ചു വെക്കുന്നു കേട്ടോ. ആരൊക്കെയാണുള്ളത്? എന്താണ്? മാനേജ്മെന്റ് റെപ്രസെന്റേറ്റീവ് ഡെസിഗ്നേറ്റഡ് ബൈ ചെയർമാൻ, ജനറൽ മാനേജർ ഓഫ് അഡ്മിനിസ്ട്രേഷൻ, കൺസേൺഡ് HOD ആൻഡ് ജനറൽ മാനേജർ ഓഫ് ഹ്യൂമൻ റിസോഴ്സ്. അതിന് എല്ലാത്തിനും കോമൺ ആയിരിക്കും ജനറൽ മാനേജർ കേട്ടോ. ഓക്കെ, ഓഫ് ഹ്യൂമൻ റിസോഴ്സ്. അടുത്തത് പറയാണ് മൂന്നാമത്തെ വിഭാഗം, റിക്രൂട്ട്മെന്റ് ഓഫ് സ്റ്റാഫ് മെമ്പേഴ്സ് സബ് സ്റ്റാഫ് കാറ്റഗറി. സബ് സ്റ്റാഫ് കാറ്റഗറി ലോവർ കാറ്റഗറി കേട്ടോ. അതിന് വരുന്നത് ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫുകള്, അക്കൗണ്ട് സ്റ്റാഫ്, ക്ലാസ് 4 സ്റ്റാഫ്, ക്ലാസ് 4 ജീവനക്കാര്, അവരൊക്കെ ഇതിൽ വരുന്നതാണ് തേർഡ് കാറ്റഗറിയിലെ വരുന്നത് കേട്ടോ. അതൊക്കെയാണ് ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫ്, അക്കൗണ്ട് സ്റ്റാഫ്, ക്ലാസ് 4 സ്റ്റാഫുകളൊക്കെ ആ ഒരു വിഭാഗത്തിൽ വരുന്നതാണ്. അവരെ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ ആരൊക്കെയാണ് ഇന്റർവ്യൂ പാനലിൽ അഡ്രസ് ചെയ്യേണ്ടത്? കൺസേൺഡ് HOD. ആരാണ്? കൺസേൺഡ് HOD. നേരത്തെ നമ്മൾ ഹൗസ് കീപ്പിംഗ് സ്റ്റാഫിന്റെ പറഞ്ഞത് ആലോചിച്ചാൽ മതി. പിന്നെ HR മാനേജർ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ. ആരാണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ. ലോവർ കാറ്റഗറിയില് കൺസേൺഡ് HOD വേണം, ഹ്യൂമൻ റിസോഴ്സ് മാനേജർ ഉണ്ടായിരിക്കണം, ദെൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ. ഓക്കെ, ക്ലിയർ ആയോ? എനിക്ക് തോന്നുന്നു നിങ്ങൾ ഡിപ്ലോമയിൽ പഠിച്ചപ്പോ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ നിങ്ങൾ പഠിച്ചിരുന്നു അല്ലെ? ചെറിയൊരു ചാപ്റ്റർ, മൂന്നാമത്തെ മൊഡ്യൂളില് അതിനകത്ത് പറയുന്നുണ്ട് അല്ലെ? അഡ്മിനിസ്ട്രേറ്റർ ഒക്കെ ഇന്റർവ്യൂ പാനലിന് ഭാഗമാവുന്നത്. നമ്മൾ അഡ്മിനിസ്ട്രേറ്റർമാർക്ക് ഇന്റർവ്യൂ ഒക്കെ നടത്താറുണ്ട്. മനസ്സിലായല്ലോ? അവര് ഈ ലോവർ കാറ്റഗറി സ്റ്റാഫിന്റെ ഒക്കെ ഇന്റർവ്യൂ പാനലില് മെമ്പേഴ്സ് ആണ് കേട്ടോ. അതിന്റെ അംഗമാവാറുണ്ട് ആര്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ. ഓക്കെ, ഞാനാണ് പഠിപ്പിച്ചതാണ്. ശരി, ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ ഇത്രയും ഭാഗങ്ങള്? ഓക്കെ ആണല്ലോ? HA19 എഴുതില്ല, അവർക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു കേട്ടോ. ബാക്കിയുള്ളവര് 18 17 പിള്ളേരാണ്. പേരെനിക്കറിയാം, പക്ഷെ 19 കുട്ടികള് ആരൊന്നും പറയുന്നില്ല. അവർക്കൊക്കെ ഓക്കെ അല്ലേ? ആരെങ്കിലും ഉണ്ടോ ക്ലാസ്സില്? ഓക്കെ അല്ലേ? ആ, ലിജോ HA19 HA19 ഉണ്ടായിരുന്നത്? ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു വെക്കണം കേട്ടോ. ഇതിന് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ചിലപ്പോ സീനിയർ മാനേജ്മെന്റ് കാറ്റഗറി നോമില്ല തരാം, അതിൽ വരുന്ന ഏതെങ്കിലും സ്റ്റാഫിന്റെ പേരെടുത്ത് ചോദിക്കും. അപ്പൊ രണ്ടും നിങ്ങൾ പഠിച്ചു വെക്കണം കേട്ടോ. ഇനി നോക്കിയേ, the interview panel should be initially intimated orally before finalizing the interview date. നേരത്തെ നമ്മൾ പറഞ്ഞതാണ് which is convenient to the panel members. അല്ലെ, നമ്മൾ എന്ത് ചെയ്യണം? ഇന്റർവ്യൂ പാനൽ മെമ്പേഴ്സ് ഓരോ കാറ്റഗറിക്ക് അനുസരിച്ച് ഓരോ ആളുകളെയാണ് നമ്മൾ ഇന്റർവ്യൂ പാനലിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പൊ നമ്മൾ ഇന്റർവ്യൂ ഡേറ്റ് ഫിക്സ് ചെയ്യുന്നതിന് മുൻപായിട്ട് ആദ്യം തന്നെ നമ്മൾ ഇന്റർവ്യൂ പാനൽ മെമ്പേഴ്സിന്റെ അവൈലബിലിറ്റി ഉറപ്പുവരുത്തണം. അതിന് വേണ്ടിയിട്ട് അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം കേട്ടോ. കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അവരുടെ കൺവീനിയന്റ് ആയിട്ടുള്ള ഒരു ഡേറ്റ് വേണം ഫിക്സ് ചെയ്യാനായിട്ട് കേട്ടോ. അതാണ് അവര് പറയുന്നത്. ദെൻ അത് ഓറൽ കമ്മ്യൂണിക്കേഷൻ, ഓറൽ കൺഫർമേഷൻ മാത്രമല്ല, ഒരു റിട്ടേൺ കൺഫർമേഷനും കൂടെ ആവശ്യമുണ്ട് കേട്ടോ. ഇറ്റ് ഹാസ് ടു ബി റിമൈൻഡഡ് ആൻഡ് റീകൺഫേം in writing just a couple of days before the commencement of the interview to make sure of their presence കേട്ടോ. ഓക്കെ, ഓൾറെഡി നമ്മൾ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷെ അതിന് പുറമെ നമ്മൾ ആ ഒരു ഇന്റർവ്യൂ നടത്തുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപായിട്ട് നമ്മൾ അവരെ റിമൈൻഡ് ചെയ്യിപ്പിക്കണം കേട്ടോ. അവരെ ഓർമ്മപ്പെടുത്തണം ഇന്ന ദിവസമാണ് ഇന്റർവ്യൂ എന്നുള്ളത് അവരെ ഓർമ്മപ്പെടുത്തണം കേട്ടോ. അത് നമ്മൾ ഒരു റിട്ടേൺ ഫോർമാറ്റിലാണ് നമ്മൾ അത് ചെയ്യേണ്ടത്. അതിന്റെ ഫോർമാറ്റ്, അതിന് നമ്മൾ പറയുന്ന ഒരു പേരാണ് ഇന്റർ ഓഫീസർ മെമ്മോറാൻഡം എന്നാണ് പറയുന്നത്.
എന്താണ് IOM അഥവാ ഇന്റർ ഓഫീസർ മെമ്മോറാണ്ടം കേട്ടോ. അതിനെ പറ്റിയിട്ടാണ് നെക്സ്റ്റ് സെന്റൻസിൽ പറയുന്നത്. നോർമലി ഇറ്റ് ഷുഡ് ബി കമ്മ്യൂണിക്കേറ്റഡ് ത്രൂ an inter-office memorandum duly signed by the issuer and the signature of the panel members. Underline ചെയ്യാം കേട്ടോ. നമ്മൾ പറഞ്ഞല്ലോ അവരുടെ ആ കൺവീനിയൻസ് അനുസരിച്ച് നമ്മൾ റിട്ടേൺ കൺഫർമേഷൻ അവർക്ക് കൊടുക്കണം. അവരിൽ നിന്നും ഒരു റിട്ടേൺ കൺഫർമേഷൻ നമ്മൾ വാങ്ങണം. ആ ഒരു കൺഫർമേഷൻ നമ്മൾ എങ്ങനെയാണ് അവരുമായിട്ട് കൺവേ ചെയ്യുന്നത്? ത്രൂ ഇന്റർ ഓഫീസ് മെമ്മോറാണ്ടം കേട്ടോ. IOM എന്നാണ് നമ്മൾ പറയാം. എന്താണ് ഇന്റർ ഓഫീസ് മെമ്മോറാണ്ടം എന്ന് പറഞ്ഞാൽ? അത് ഇത്രയേ ഉള്ളൂ. അതായത് ഒരു ഓർഗനൈസേഷന് അകത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഡോക്യുമെന്റ് ആണ് കേട്ടോ. അതായത് ഓർഗനൈസേഷന്റെ അകത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു റിട്ടേൺ ഡോക്യുമെന്റ് ആണ് ഇന്റർ ഓഫീസ് മെമ്മോറാണ്ടം എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അതിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആ ഒരു കൺഫർമേഷൻ നമ്മൾ വാങ്ങുന്നത്. മാത്രമല്ല ഇന്റർ ഓഫീസ് മെമ്മോറാണ്ടത്തില് ആരുടെയൊക്കെ അത് ഒരു എന്താണ് സൈൻ ആവശ്യമാണ്. ഒന്ന് സൈനഡ് ബൈ ദ ഇഷ്യൂവർ. ആരാണോ ഇഷ്യൂ ചെയ്തത് അയാളുടെ സിഗ്നേച്ചർ. മിക്കവാറും ആരായിരിക്കും ഇഷ്യൂ ചെയ്യുന്നുണ്ടാവാം? ഇഷ്യൂ ചെയ്യുന്നുണ്ടാവാം? HR മാനേജർ ആയിരിക്കും അല്ലെ? HR ഡിപ്പാർട്ട്മെന്റിന്റെ ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പൊ ആരായിരിക്കും അത് ഇഷ്യൂ ചെയ്യുന്നുണ്ടാവാം? HR മാനേജർ. അദ്ദേഹമാണ് പാനൽ മെമ്പേഴ്സിനെ അറിയിക്കുന്നതും അവരുടെ കൺവീനിയൻസ് അനുസരിച്ചുള്ള അവരുടെ അവൈലബിലിറ്റി ഒക്കെ ഉറപ്പാക്കുന്നത് HR മാനേജറാണ്. തീർച്ചയായിട്ടും അദ്ദേഹമായിരിക്കും ഇഷ്യൂ ചെയ്യുന്നത് അല്ലെ? അദ്ദേഹത്തിന്റെ സിഗ്നേച്ചർ ഉണ്ടായിരിക്കണം. അതോടൊപ്പം സിഗ്നേച്ചർ ഓഫ് ദ പാനൽ മെമ്പേഴ്സ്. പാനൽ മെമ്പേഴ്സിന്റെ കൂടെ സിഗ്നേച്ചർ ഉണ്ടാവും. ഈ രണ്ട് പേരുടെ സിഗ്നേച്ചറോട് കൂടി ഒരു ഇന്റർ ഓഫീസ് മെമ്മോറാണ്ടം വഴിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അവരുടെ അവൈലബിലിറ്റി കൺഫേം ചെയ്യുന്നത്. ഇതൊരു റിട്ടേൺ ഡോക്യുമെന്റ് ആണ്. ഒരു ഓർഗനൈസേഷനുള്ളിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന റിട്ടേൺ ഡോക്യുമെന്റ് ആണ് ഇന്റർ ഓഫീസ് മെമ്മോറാണ്ടം എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇത്രയുള്ള എന്ന് മനസ്സിലാക്കാൻ. പിന്നെ മാത്രമല്ല, ഇറ്റ് ഈസ് എ റീകൺഫർമേഷൻ that the high level panel is informed of the seriousness of the interview and to plan their schedule accordingly. നമ്മൾ എന്തിനാ അങ്ങനെ ഒരു റിട്ടേൺ ഡോക്യുമെന്റ് ഒക്കെ വാങ്ങുന്നതിന്റെ പർപ്പസ് എന്താണെന്ന് അറിയാമോ? അതെ, അതായത് ആ ഒരു ഹൈ ലെവൽ പാനലിലെ ആ ഒരു ഇന്റർവ്യൂ നടത്തുന്ന ആ ഒരു ഹൈ ലെവൽ പാനലിനെ അത് അറിയിച്ചിട്ടുണ്ടെന്നും അതനുസരിച്ച് അവര് അവരുടെ ഷെഡ്യൂളുകള് പ്ലാൻ ചെയ്തിട്ടുണ്ടെന്നും ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ്, ഒരു റീകൺഫർമേഷൻ നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനൊരു ഡോക്യുമെന്റ്, പ്രത്യേകിച്ച് ഒരു IOM പോലുള്ള റിട്ടേൺ ഡോക്യുമെന്റ് നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നത് കേട്ടോ. കാരണം ഇന്റർവ്യൂ നടത്താന്ന് പറയുമ്പോൾ ഒരു വളരെ എന്താണ് സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. തോന്നിയ രീതിയിലല്ല നടത്തുന്നത്. വളരെ കറക്റ്റ് ആയിട്ടാണ്, കറക്റ്റ് മാനറിലാണ് ഇന്റർവ്യൂ നടത്തുന്നത് എന്ന് ഉറപ്പുവരുത്താനും കൂടെ വേണ്ടിയിട്ടാണ് ഒരു സാക്ഷ്യപത്രം, മീൻസ് ഒരു ഇന്റർ ഓഫീസ് മെമ്മോറാണ്ടം നമ്മൾ സബ്മിറ്റ് ചെയ്യും. അതിനെ പറ്റി മനസ്സിലാക്കാം. എന്താണ് ഇന്റർ ഓഫീസ് മെമ്മോറാണ്ടം? ഓക്കെ, അപ്പൊ നോക്കുക. ഒരു ഇന്റർ ഓഫീസ് മെമ്മോറാണ്ടത്തില് എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾപ്പെടുത്തുന്നത് കേട്ടോ. ഇറ്റ് ഷുഡ് കൺവെയിൻ an IOM number, IOM date. IOM എന്ന് പറഞ്ഞാൽ എന്താ? ഇന്റർ ഓഫീസ് മെമ്മോറാണ്ടം എന്നാണ് കേട്ടോ. അതിന് ചുരുക്കിയിട്ട് കൊടുത്തിരിക്കുന്നതാണ് IOM. അപ്പൊ അതിനകത്ത് എന്തൊക്കെ വേണം? IOM number വേണം, IOM date വേണം, from which officer and to whom it is addressed. ആരാണ് അത് ഇഷ്യൂ ചെയ്യുന്നത്? നേരത്തെ പറഞ്ഞു, ഇഷ്യൂ ചെയ്യുന്നത് ആരായിരിക്കും? HR മാനേജർ തന്നെയായിരിക്കും. ആരെയാണ് അഡ്രസ് ചെയ്യുന്നത്? ഇന്റർവ്യൂ പാനൽ മെമ്പേഴ്സ്. അവരെ അഡ്രസ് ചെയ്തുകൊണ്ടാണല്ലോ നമ്മൾ അയക്കുന്നത്. അപ്പൊ അവരാർക്കാണ് നമ്മൾ അഡ്രസ് ചെയ്യുന്നത്? അത് അതെ, IOM എന്ന് പറഞ്ഞ ഇന്റർ ഓഫീസ് മെമ്മോറാണ്ടം എന്നാണ് കേട്ടോ. ഓക്കെ, അതിന് ഷോർട്ട് ആക്കി എഴുതിയിരിക്കുന്നതാണ് IOM. ക്ലിയർ ആണല്ലോ? അപ്പോ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഈ ഒരു IOM-നകത്ത് ഉണ്ടായിരിക്കണം. IOM നമ്പർ ഉണ്ടായിരിക്കണം, ഡേറ്റ് ഉണ്ടായിരിക്കണം, ആരാണ് ഇഷ്യൂ ചെയ്യുന്നത്, ആരെ അഡ്രസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ അത് അയക്കുന്നത്, ഈ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് അതിനകത്ത് ഉണ്ടായിരിക്കണം. ചോദിക്കാട്ടോ, ഒരു ഇന്റർ ഓഫീസ് മെമ്മോറാണ്ടത്തില് എന്തൊക്കെയാണ് ഉൾപ്പെടുത്തേണ്ടത് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇത് നിങ്ങൾ കഴിഞ്ഞിട്ടില്ല. വേറൊരു കാര്യം കൊണ്ട് ഉൾപ്പെടുത്തണം. ഇറ്റ് വിൽ കണ്ടെയ്ൻ ദ സബ്ജക്ട് ആൻഡ് റെഫറൻസ്. എന്താണ് സബ്ജക്ട്? ജസ്റ്റ് അതൊന്ന് സൂചിപ്പിക്കുക. ദെൻ റെഫറൻസ്, എന്തിനെ റെഫർ ചെയ്തുകൊണ്ടാണ് ആ ഒരു ഇന്റർ ഓഫീസ് മെമ്മോറാണ്ടം അയക്കുന്നത്. ഈ രണ്ട് കാര്യങ്ങൾ, സബ്ജക്റ്റും റെഫറൻസും കൂടെ അതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കണം. കിട്ടിയല്ലോ? ചോദിക്കാട്ടോ, IOM-നകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടത്? IOM നമ്പർ, ഡേറ്റ്, from which officer and to whom it is addressed, then subject and reference.
ഇനി അവിടെ വേറൊരു കാര്യം പറയുന്നത് എന്താ വെച്ചാൽ അൺലൈക്ക് അതർ ഒഫീഷ്യൽ ലെറ്റേഴ്സ് IOM should not carry any type of formality other than official language കേട്ടോ. പിന്നെ മറ്റുള്ള ലെറ്റേഴ്സിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നമ്മൾ ഒഫീഷ്യൽ ലാംഗ്വേജ് ഒഴികെ മറ്റൊരു ഫോർമാലിറ്റിയും നമ്മൾ ഇതിന് രേഖപ്പെടുത്തേണ്ട IOM-നകത്ത് രേഖപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഒഫീഷ്യൽ ലാംഗ്വേജ് നമുക്ക് യൂസ് ചെയ്യാം, അതൊഴിച്ച് ബാക്കി ഒരു ഫോർമാലിറ്റികളും നമ്മൾ IOM-നകത്ത് ഉൾപ്പെടുത്തേണ്ടതില്ല കേട്ടോ. അപ്പൊ നമ്മള് കുറെ ഇതൊക്കെ പഠിക്കും. ഇനി ഇപ്പൊ നമ്മള് എന്താ പറയാ ഇന്റർവ്യൂ ഫോം പഠിച്ചു അല്ലെ, അതുപോലെ ഇനി കോൾ ലെറ്റർ പഠിക്കാനുണ്ട്, അതുപോലെ ജോയിനിങ് ഓർഡർ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അതിനൊക്കെ അതിൻ്റെതായ ചില ഫോർമാറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ് IOM എന്ന് പറയുന്നത്. അവിടെ വെറും ഒഫീഷ്യൽ ലാംഗ്വേജ് മാത്രം യൂസ് ചെയ്താൽ മതി, മറ്റൊരു ഫോർമാലിറ്റികളും യൂസ് ചെയ്യേണ്ട കാര്യം അവിടെ ഇല്ല. അപ്പൊ നോക്കാം, ഇവിടെ കേട്ടോ സാൾട്ടിങ്സ് എന്നല്ല സല്യൂട്ടേഷൻസ് എന്നാണ് കേട്ടോ. ഇവിടെ എഴുതിയിരിക്കുന്നത് സാൾട്ടിങ്സ് ലൈക്ക് എന്നാണ്, സാൾട്ടിങ്സ് അല്ല സല്യൂട്ടേഷൻസ് കേട്ടോ. അഭിസംബോധന ചെയ്യില്ലേ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതൊന്ന് ആ ഒരു സെന്റൻസ് മാറ്റണം കേട്ടോ. ആ ഒരു വേർഡ് നിങ്ങളുടെ കറക്റ്റ് അല്ലെങ്കിൽ കുഴപ്പമില്ല. സാൾട്ടിങ്സ് എന്നാണെങ്കിൽ സല്യൂട്ടേഷൻ ആക്കണം കേട്ടോ. അപ്പൊ സല്യൂട്ടേഷൻസ് ലൈക്ക് ഡിയർ സാർ, ഡിയർ മാഡം, can be avoided. അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഡിയർ സാറിനോ ഡിയർ മാഡമെന്നോ അങ്ങനെയൊന്നും അവിടെ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ താങ്ക് യു, യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി എക്സെട്രാ can be willfully avoided in such interviews memorial. ഇതൊക്കെ വളരെ ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു ഇതാണ്. ഡിയർ സേഴ്സ്, ഡിയർ മാഡം, യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി, യുവേഴ്സ് താങ്ക്ഫുള്ളി എന്നൊക്കെ പറയുന്ന അങ്ങനെയുള്ള ഫോർമാലിറ്റികളൊന്നും തന്നെ ഇവിടെ ഉപയോഗിക്കരുത്, IOM-നകത്ത് ഉപയോഗിക്കേണ്ട. ഓൺലി അതിന്റെ ഒഫീഷ്യൽ ലാംഗ്വേജ് സബ്ജക്ട് റെഫറൻസ് വളരെ സിമ്പിൾ ആയിട്ട് അതിന്റെ ഒഫീഷ്യൽ ലാംഗ്വേജിൽ എഴുതേണ്ട കാര്യം മാത്രമേ ഇവിടെ വരുന്നുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പൊ അതിന്റെ ഒരു മോഡൽ അവിടെ കൊടുത്തിട്ടുണ്ട്, നമുക്ക് നോക്കാം. ഇതാണ് ഇന്റർ ഓഫീസ് മെമ്മോറാണ്ടത്തിന്റെ മോഡൽ കേട്ടോ. അതൊക്കെ കൃത്യമായിട്ട് HR മാനുവലിൽ കൊടുത്തിട്ടുണ്ട്, ഇന്ന ഫോർമാറ്റ് ആണെന്നുള്ളത്. ആ ഫോർമാറ്റ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത് കണ്ടോ. IOM നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്പർ ഉണ്ടാവും അല്ലെ, 2022-23 HR IOM നമ്പർ കൊടുത്തിട്ടുണ്ട്. IOM ഡേറ്റ്, ഏത് ഡേറ്റിലാണ് നമ്മൾ ആ ഒരു ഇന്റർ ഓഫീസ് മെമ്മോറാണ്ടം ഇഷ്യൂ ചെയ്തത്, 20th April 2022. ഫ്രം വിച്ച്, ആരാണ് അല്ലെ, ആരാണ് ഇഷ്യൂ ചെയ്തത്, ആരാണ് HR മാനേജർ. ഓക്കെ, ആർക്കാണ് നമ്മളത്, ആരെ അഡ്രസ് ചെയ്തുകൊണ്ടാണ് നമ്മളത് കൊടുക്കുന്നത്. ടു, അതാരായിരിക്കും, ഇന്റർവ്യൂ പാനൽ മെമ്പേഴ്സ് ആവും അല്ലെ. നോക്കിയേ, ഇന്റർവ്യൂ പാനൽ മെമ്പേഴ്സ് ചെയർമാൻ, അഡ്മിനിസ്ട്രേറ്റർ, നഴ്സിംഗ് സൂപ്രണ്ട്, മെഡിക്കൽ സൂപ്രണ്ട്. പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലെ, ഇത് ഏതോ ഒരു സീനിയർ കാറ്റഗറി വിഭാഗത്തിലേക്കുള്ള ഒരു ഇന്റർവ്യൂ ആണ് അല്ലെ നടത്തുന്നത്. ഓക്കെ, അപ്പൊ അതിലേക്കുള്ള ഇന്റർവ്യൂ പാനൽ മെമ്പേഴ്സിനൊക്കെയാണ് അതിനകത്ത് അഡ്രസ് ചെയ്തിരിക്കുന്നത്. ചെയർമാൻ, അഡ്മിനിസ്ട്രേറ്റർ, നഴ്സിംഗ് സൂപ്രണ്ട്, മെഡിക്കൽ സൂപ്രണ്ട്. ഓക്കെ, അപ്പോ സബ്ജക്ട് കൊടുത്തിട്ടുണ്ട്, ഇന്റർവ്യൂ ഓഫർ വാരിയസ് പോസ്റ്റ് എന്ന് പറഞ്ഞിട്ടാണ് സബ്ജക്ട് കൊടുത്തിരിക്കുന്നത്. വിവിധ പോസ്റ്റുകളിലേക്കുള്ള ഇന്റർവ്യൂ. റെഫറൻസ് കൊടുത്തിട്ടുണ്ട്, അവർ ടെലിഫോണിക് ടോക്ക് ഓൺ 18th April 2022 കേട്ടോ. 2022 April 12-ന് അതിനെ ബേസ് ചെയ്ത് നടന്ന ഒരു ടെലിഫോണിക് ടോക്കിനെ ബേസ് ചെയ്തുകൊണ്ട്, അതിനെ റെഫർ ചെയ്തുകൊണ്ട് അയക്കുന്ന ഇന്റർ ഓഫീസ്. അപ്പൊ ഓറൽ കൺഫർമേഷൻ അവർ വാങ്ങിയിട്ടുണ്ടാവും കേട്ടോ. 18-ാം തീയതി അവർ വാങ്ങിയിട്ടുണ്ടാവും, ടെലിഫോൺ വഴിയായിട്ട് അവർ വാങ്ങിയിട്ടുണ്ടാവും. അത് കഴിഞ്ഞിട്ട് റീകൺഫർമേഷൻ ചെയ്യാനായിട്ടാണ് 28th ഇഷ്യൂ ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇത്രയേ ഉള്ളൂ. ദെൻ കണ്ടന്റ്, കണ്ടന്റ് എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് അവിടെ നിന്ന് ഒരു ഒഫീഷ്യൽ ലാംഗ്വേജിന് മാത്രം സിമ്പിൾ ആയിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. ഡിയർ ഓൾ, ഒരു കാൻഡിഡേറ്റിനെ നമ്മൾ പ്രത്യേകം സ്പെസിഫൈ ചെയ്തിട്ടില്ല. ഡിയർ ഓൾ, പ്ലീസ് റെഫർ ടു അവർ ടെലിടോക്ക് ഓഫ് 18th April instance regarding the confirmation of proposed interview scheduled on 20th April 2022 of various posts. As confirmed by you, this is a reconfirmation and reminder for planning your schedule accordingly. Hope you shall be present at the scheduled venue at 10 AM. Regards, HR. കണ്ടോ, അപ്പൊ കണ്ടന്റ് വെറുതെ എഴുതിയിട്ടുണ്ട് അല്ലെ. നമ്മള് 20ാം തീയതി April 20-ന് നടത്തുന്ന ഷെഡ്യൂൾ ചെയ്തിട്ടുള്ള വിവിധ പോസ്റ്റുകളിലേക്കായിട്ട് നമ്മൾ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ള ഇന്റർവ്യൂവിനെ കൺഫേം ചെയ്തുകൊണ്ട് നമ്മൾ 18ാം തീയതി അവര് തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ നടന്നിട്ടുണ്ട്. അതിനെ റെഫർ ചെയ്തുകൊണ്ടുള്ള ഒരു എന്താണ് മെസ്സേജ് ആണ്, എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അതായത് ഇത് നിങ്ങളുടെ ഒരു അവൈലബിലിറ്റി റീകൺഫേം ചെയ്യുന്നതിനും അതിനനുസരിച്ച് നിങ്ങളുടെ ഷെഡ്യൂൾ പ്ലാൻ ചെയ്യുന്നതിനുമായിട്ടും അയക്കുന്ന ഒരു കൺഫേം ലെറ്റർ ആണ്, അല്ലെങ്കിൽ ഒരു എന്താണ് മെസ്സേജ് ആണ്. നിങ്ങൾ ഈ ഒരു ഇന്ന ദിവസം
ഇന്റർവ്യൂവിന്റെ സമയത്ത് നിങ്ങളുടെ പ്രസൻസ് അവിടെ ഉണ്ടായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഒരു കണ്ടന്റ് അവിടെ എഴുതിയിട്ടുള്ളത്. റിഗാർഡ്സ് HR മാനേജർ കേട്ടോ. ഇതൊരു ഇന്റർ ഓഫീസ് മെമ്മോറാണ്ടത്തിന്റെ ഒരു മോഡലാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? മനസ്സിലായോ പറഞ്ഞത്? അപ്പൊ ചോദിക്കാം കേട്ടോ, ഇന്റർവ്യൂ പാനൽ മെമ്പേഴ്സിന്റെ അവൈലബിലിറ്റി എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? ത്രൂ ഇന്റർ ഓഫീസ് മെമ്മോറാണ്ടം. ഇതൊക്കെയാണ് ഇന്റർ ഓഫീസ് മെമ്മോറാണ്ടത്തിനകത്ത് ഉൾപ്പെടുത്തുന്നത് എന്ന് ചോദിക്കുമ്പോ IOM നമ്പർ, ഡേറ്റ്, അതുപോലെ അഡ്രസ് ചെയ്യുന്ന ആളുകൾ ആരൊക്കെയാണ്, അതുപോലെ യാതൊരു തരത്തിലുള്ള ഫോർമാലിറ്റിയോട് ഉപയോഗിക്കേണ്ട, സബ്ജക്ട് വേണം, റെഫറൻസ് വേണം, ഡിയർ കാൻഡിഡേറ്റിനോ അല്ലെങ്കിൽ ഡിയർ എന്ന വ്യക്തിയുടെ പേരൊന്നും അവിടെ പറയേണ്ട കാര്യമില്ല. ഒഫീഷ്യൽ ലാംഗ്വേജ് മാത്രം ഉപയോഗിക്കും കേട്ടോ. ക്ലിയർ ആൻഡ് പറ്റും. അപ്പൊ ഇത്രയും ഓക്കെയാണ് അല്ലെ? നമ്മളൊരു കഥ പോലെ ഓർത്താൽ മതി കേട്ടോ. അപ്ലിക്കേഷൻ കിട്ടി, ഷോർട്ട് ലിസ്റ്റ് ചെയ്തു, ഇന്റർവ്യൂ ഡേറ്റ് തീരുമാനിച്ചു, അതിന് മുമ്പ് നമ്മൾ ഇന്റർവ്യൂ പാനൽ മെമ്പേഴ്സിനെ തീരുമാനിക്കുന്നു. ഇന്റർവ്യൂ പാനൽ മെമ്പേഴ്സിനെ തീരുമാനിക്കണമെങ്കിൽ കാറ്റഗറി അറിയണം. കാറ്റഗറിയെ പറ്റി പഠിച്ചു. ഓരോ കാറ്റഗറിയിൽ വരുന്ന ഇന്റർവ്യൂ പാനൽ മെമ്പേഴ്സിനെ നമ്മൾ പഠിച്ചു. അതിന്റെ ബേസിൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഇന്റർ ഓഫീസ് മെമ്പറാണ്. ഇത്രയും കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്തായിരിക്കും? നമ്മൾ ഇന്റർവ്യൂവിനുള്ള പാനൽ മെമ്പേഴ്സിന്റെ അവൈലബിലിറ്റി വരുത്തി കൺഫേം ഒക്കെ ചെയ്യും. എന്തായിരിക്കും അടുത്ത സ്റ്റെപ്പ്? അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കും? നമ്മൾ നേരത്തെ പറഞ്ഞു പോയിരുന്നല്ലോ, സെലക്ഷൻ. ഓക്കെ, സെലക്ഷൻ എന്ന് പറയുന്നു. സെലക്ഷൻ മീൻസ് എന്താണ്? അവർക്ക് കോൾ ലെറ്റർ അയക്കും അല്ലെ? ഇതൊക്കെ എല്ലാം ഫിക്സ് ചെയ്ത് നമ്മൾ സ്ഥാപനത്തിൽ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ കാൻഡിഡേറ്റ്സിനെ ഇൻഫോം ചെയ്യണം എന്ന് പറഞ്ഞാൽ അവർക്ക് കോൾ ലെറ്റർ അയക്കണം. ഇന്ന ദിവസം ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യണമെന്ന് അറിയിച്ചു കൊണ്ടുള്ള ഒരു കോൾ ലെറ്റർ ആണ് നെക്സ്റ്റ് സ്റ്റെപ്പ് അല്ലെ? ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. കോൾ ലെറ്റർ കേട്ടോ. കോൾ ലെറ്റർ അയക്കാണ്. Once the interview panel has been intimated of the proposed interview, the candidates or job aspirants has to be intimated regarding the commencement of the interview process. Interview date അല്ലെ, അതൊക്കെ proposed interview ഒക്കെ intimate ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് എന്ത് ചെയ്യാം? ഇന്റർവ്യൂ പ്രോസസ്സ് ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ കാൻഡിഡേറ്റ്സിനെ നമ്മൾ അയക്കുന്നതാണ് കോൾ ലെറ്റർ. അപ്പൊ എന്താണ് കോൾ ലെറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് നമ്മൾ കാൻഡിഡേറ്റ്സിന് അയക്കുന്ന ഡോക്യുമെന്റ് ആണ് കോൾ ലെറ്റർ എന്ന് പറയുന്നത് അല്ലെ? ഓക്കെ, അവർ ഇന്റിമേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ അയക്കുന്നതാണ് കോൾ ലെറ്റർ. ഇനി ഒരു ഇന്റർവ്യൂ കോൾ ലെറ്ററിനകത്ത് എന്തൊക്കെ കണ്ടന്റുകളാണ് ഉണ്ടായിരിക്കുന്നത്? ഓക്കെ, ഒരു IOM എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചു എന്നതുപോലെ ഒരു കോൾ ലെറ്ററിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾപ്പെടുത്തേണ്ടത് കേട്ടോ. ശ്രദ്ധിക്കാം. The interview call letter should necessarily contain എന്തൊക്കെയാണ്? Date, time, venue of the interview. Bracketൽ പറയുന്നുണ്ട്. Of course, the usual format such as the file number, date, subject and reference should be mentioned. കേട്ടോ. ഓക്കെ, നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ആ ഫയൽ നമ്പർ, ഡേറ്റ്, സബ്ജക്ട്, അതൊക്കെ റെഫറൻസ് അതൊക്കെ ഉണ്ടാവണം. അതിന് പുറമെ നമ്മൾ അതിന്റെ ഡേറ്റ്, ടൈം വേണം, ഇന്റർവ്യൂ നടത്തുന്ന ഏത് ഡേറ്റിലാണ്, ഏത് സ്ഥലത്ത് വെച്ചാണ് ഇന്റർവ്യൂ നടത്തുന്നത്, ഇത്രയും കാര്യങ്ങൾ ആ ഒരു കോൾ ലെറ്ററിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കണം കേട്ടോ. ഓക്കെ, ഇനി മറ്റൊരു കാര്യം നോക്കിയേ. The salutations to the candidate should be dear candidate and not their name, since a relationship has not yet started with the candidate. അത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. നമ്മൾ കൊടുക്കുന്ന സല്യൂട്ടേഷൻ എങ്ങനെയായിരിക്കണം? ഡിയർ കാൻഡിഡേറ്റ് എന്നായിരിക്കണം. അല്ലാണ്ട് ഡിയർ പേരല്ല കൊടുക്കേണ്ടത്. ഡിയർ വിസ്മയ അല്ലെങ്കിൽ എന്താണ് ഡിയർ നീതു അല്ലെങ്കിൽ ഡിയർ നിജോ അല്ലെങ്കിൽ ഡിയർ, അങ്ങനെ ആ രീതിയിൽ ഒരിക്കലും പേര് കൊടുക്കരുത്. ഡിയർ കാൻഡിഡേറ്റ് എന്നുള്ള രീതിയിൽ വേണം നമ്മളവിടെ മെൻഷൻ ചെയ്യാൻ. കാര്യം എന്താണ്? നമ്മളവരെ കണ്ടിട്ടില്ല, അവരുമായിട്ട് നമ്മളൊരു റിലേഷൻ അവിടെ സ്റ്റാർട്ട് ചെയ്യാത്തിടത്തോളം നമ്മൾ അവരെ അങ്ങനെ വേണം അഭിസംബോധന ചെയ്യാനായിട്ട് കേട്ടോ. ഡിയർ കാൻഡിഡേറ്റ് പറയുന്നത് കേട്ടോ. അതൊന്ന് ശ്രദ്ധിക്കണം. എന്തുകൊണ്ടാണ് സിൻസ് ദി റിലേഷൻഷിപ്പ് ഹാസ് നോട്ട് യെറ്റ് സ്റ്റാർട്ടഡ് വിത്ത് ദാറ്റ് കാൻഡിഡേറ്റ് അല്ലെ? ആ കാൻഡിഡേറ്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് അങ്ങനെ തന്നെ അവരെ അഭിസംബോധന ചെയ്യാനായിട്ട് പാടുള്ളൂ. ശ്രദ്ധിക്കേണ്ട പോയിന്റാണ് കേട്ടോ. Unless and until we know the candidate in detail, the salutation should be only dear candidate as mentioned above. എന്ന് പറഞ്ഞ കാര്യമാണ് കേട്ടോ. പിന്നെ apart from the above, the aspirants may also be asked to confirm their attendance to actually evaluate the percentage of attendance. കേട്ടോ. അങ്ങനെ ഒരു കാര്യം കൂടെ അതിനകത്ത് പറയുന്നുണ്ട്. നമ്മളിപ്പോ പറഞ്ഞ കാര്യങ്ങളുണ്ട്. അതിന് പുറമെ നമ്മൾ എന്ത് ചെയ്യുന്ന അറിയാമോ?
കാൻഡിഡേറ്റിന്റെ പ്രസൻസും കൂടെ നമ്മൾ അവരോട് ചോദിക്കുന്നുണ്ട്. അതായത് അവർ ഇന്റർവ്യൂവിൽ വരുമോ, ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുമോ എന്നുള്ള കാര്യം അതും കൂടെ അവരുടെ ഒരു എന്താണ് പ്രസൻസും കൂടെ നമ്മൾ അവിടെ അവരുടെ അറ്റൻഡൻസ് പ്രസൻസ് അല്ല അവരുടെ ഒരു അറ്റൻഡൻസ് കൂടെ നമ്മൾ കൺഫേം ചെയ്തുകൊണ്ടാണ് നമ്മളൊരു കോൾ ലെറ്റർ അയക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ആ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യോ, അത് അറ്റൻഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ള ഒരു കൺഫർമേഷനും കൂടെ നമ്മൾ അവരോട് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. എന്തിനാ അങ്ങനെ റിക്വസ്റ്റ് ചെയ്യുന്നത്? അങ്ങനെ റിക്വസ്റ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് അറിയാൻ പറ്റില്ല എത്ര കാൻഡിഡേറ്റ്സ് വരും എന്നതിനനുസരിച്ചിട്ട് വേണം നമ്മുടെ സ്ഥാപനത്തിന് അതിനനുസരിച്ചിട്ടുള്ള അറേഞ്ച്മെന്റ്സുകളും കാര്യങ്ങളും കണ്ടക്ട് ചെയ്യാനായിട്ട്. അപ്പൊ അതുകൊണ്ടാണ് അത് അവര് ചോദിക്കുന്നത്. ഇതൊരു വാക്കിംഗ് ഇന്റർവ്യൂ അല്ലല്ലോ, അല്ലാതെ നടത്തുന്ന ഇന്റർവ്യൂ ആണ്. അതുകൊണ്ട് അവരുടെ ഒരു അറ്റൻഡൻസും കൂടെ അവര് ഉറപ്പുവരുത്തും. കാര്യം അത്രയും കാൻഡിഡേറ്റ്സിനനുസരിച്ചിട്ട് വേണം അവർക്ക് ഇന്റർവ്യൂ കാര്യങ്ങളും മറ്റും അവർക്ക് ക്രമീകരിക്കാനായിട്ട്. അതുകൊണ്ട് അതും കൂടെ അവരെ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. Also we ask them to confirm their attendance to actually evaluate percentage of attendance. എത്രത്തോളം അറ്റൻഡൻസ് ഉണ്ടാകുമെന്ന് ഉറപ്പുവരുത്താനും കൂടെ അവർ കൺഫേം ചെയ്യുന്നുണ്ട്. Okay, then few companies reimburses the expenses incurred by them for attending the interview. ചില കമ്പനികൾ എല്ലാവരും അല്ലാട്ടോ, ചില കമ്പനികൾ അവർക്ക് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു എക്സ്പെൻസ് ഉണ്ടല്ലോ അത് റീഇംബേഴ്സ് ചെയ്യും. അതായത് അവർക്ക് ഇന്റർവ്യൂവിന് വരാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ അവർക്ക് ട്രാവൽ കോസ്റ്റും കാര്യങ്ങളൊക്കെ വരും. ചിലപ്പോൾ ഒരുപാട് ദൂരം നിന്നൊക്കെ വരുന്ന ആളുകളാണെങ്കിൽ ചിലപ്പോൾ തലേ ദിവസം വന്ന് അവർ സ്റ്റേ ചെയ്യും, എന്നിട്ടൊക്കെ വന്ന് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യും. അപ്പൊ അതിനൊക്കെ അവർക്ക് എക്സ്പെൻസ് വരുന്നുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെ വരുന്ന ചില എക്സ്പെൻസുകൾ ചില കമ്പനികൾ എന്ത് ചെയ്യും, റീഇംബേഴ്സ് ചെയ്യും. ചിലവരുടെ എല്ലാവരും ചിലവരെ റീഇംബേഴ്സ് ചെയ്യും. In such cases, nothing has to be mentioned. അങ്ങനെ കമ്പനി വഹിക്കുന്നുണ്ടെങ്കിൽ nothing has to be mentioned. ഒന്നും തന്നെ അവിടെ മെൻഷൻ ചെയ്യേണ്ട കാര്യമില്ല. Okay, അടുത്ത സെന്റൻസ് നോക്കിയേ. If the company is not paying any expense for attending the interview, it has to be mentioned clearly. എങ്ങനെ മെൻഷൻ ചെയ്യണം? No TA or DA will be paid for attending the interview. അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. പറഞ്ഞ കാര്യം മനസ്സിലായോ? അതായത് നമ്മളിപ്പോ കമ്പനി അവരുടെ എക്സ്പെൻസ്, അവരുടെ ട്രാവൽ അലവൻസ് അല്ലെങ്കിൽ അവർ സ്റ്റേ ചെയ്യേണ്ടതായിട്ടൊക്കെ വരും, അവർക്ക് വരുന്ന എക്സ്പെൻസ് ചില കമ്പനികൾ വഹിക്കുന്നുണ്ട്. അങ്ങനെ വഹിക്കാൻ തയ്യാറായിട്ടുള്ള കമ്പനികളാണെങ്കിൽ അത് പ്രത്യേകം മെൻഷൻ ചെയ്യേണ്ട കാര്യം ഇല്ല, അവിടെ മെൻഷൻ ചെയ്യേണ്ട. ഇനി അല്ലാത്ത പക്ഷം അവർ ഈ പറയുന്ന പേയ്മെന്റ് എക്സ്പെൻസ് വഹിക്കുന്നില്ലെങ്കിൽ അത് പ്രത്യേകം പരാമർശിക്കണം എന്നാണ് പറയുന്നത്. ആ ഒരു എക്സ്പെൻസ് വഹിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് അത് മെൻഷൻ ചെയ്യണം. ഇങ്ങനെ മെൻഷൻ ചെയ്യണം. നോ TA or DA will be paid for attending the interview. ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാനുള്ള ട്രാവൽ അലവൻസോ ഡിയർനെസ് അലവൻസോ എന്താണ് വഹിക്കുന്നതല്ല എന്ന് പ്രത്യേകം അവിടെ മെൻഷൻ ചെയ്തിരിക്കണം. എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ മെൻഷൻ ചെയ്തത്? This mention is to safeguard the company against any claim for their expense. കാര്യം അവർക്ക് എന്തെങ്കിലും എക്സ്പെൻസ് വന്നു കഴിഞ്ഞാൽ അതിനെ സംബന്ധിച്ച് എന്തെങ്കിലും പരാതികൾ വരികയാണെങ്കിൽ അതിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്, അങ്ങനെ പ്രശ്നങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കമ്പനി അത് പ്രത്യേകം മെൻഷൻ ചെയ്യുന്നത്. നമുക്ക് തോന്നും കൊടുക്കുന്നുണ്ടെങ്കിൽ മെൻഷൻ ചെയ്താൽ പോലെ എന്ന് തോന്നും. അങ്ങനെയല്ല, കൊടുക്കുന്നുണ്ടെങ്കിൽ മെൻഷൻ ചെയ്യണ്ട, കൊടുക്കുന്നില്ല എങ്കിലാണ് പ്രത്യേകം എന്ത് ചെയ്യേണ്ടത്, മെൻഷൻ ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ മെൻഷൻ ചെയ്യണം. TA എന്ന് വെച്ചാൽ ട്രാവൽ അലവൻസ് ആണ് കേട്ടോ. ട്രാവൽ അലവൻസ് DA മീൻസ് ഡിയർനെസ് അലവൻസ് ആണ് കേട്ടോ. ദാറ്റ് മീൻസ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്തെങ്കിലും സ്റ്റേ ഒക്കെ ചെയ്യേണ്ടി വരികയാണെങ്കിലൊക്കെ അവർക്കൊരു എക്സ്പെൻസും കാര്യങ്ങളൊക്കെ വരുമല്ലോ, അതാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഉദ്ദേശിക്കുന്നത് അതാണ് കേട്ടോ. ഓക്കെ, ട്രാവൽ അലവൻസോ ഡിയർനെസ് അലവൻസോ ഒന്നും അനുവദിക്കുന്നില്ല എന്ന് പ്രത്യേകം അവിടെ മെൻഷൻ ചെയ്തിരിക്കണം. അത് കമ്പനിക്കെതിരായിട്ട് എന്തെങ്കിലും പരാതികൾ വരികയാണെങ്കിൽ അതിനെ സേഫ് ഗാർഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ മെൻഷൻ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ഇത്രയേ ഉള്ളൂ. നമുക്ക് അതിന്റെ ഒരു കോൾ ലെറ്ററിന്റെ ഒരു ഫോർമാറ്റ് കൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇത്രയും നമ്മൾ ക്ലിയർ ആണോ? ഇന്നത്തെ കാര്യങ്ങളൊക്കെ ഓക്കെ ആണോ? എല്ലാവർക്കും എളുപ്പമാണ് കേട്ടോ. സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി പോകേണ്ട കാര്യങ്ങൾ കേട്ടോ. നിങ്ങൾ പഠിക്കേണ്ടത് മെയിൻ ആയിട്ട് ആ കാറ്റഗറി പഠിക്കണം. ആ കാറ്റഗറിയിലെ ഇന്റർവ്യൂ പാനൽ മെമ്പേഴ്സ് ആരൊക്കെയാണ് അതൊക്കെ ഡയറക്റ്റ് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇത് ഞാൻ അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. നേരത്തെ അതിന്റെ പേര് മോക്ക് ടെസ്റ്റുകൾ പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. ഓക്കെ അല്ലേ? നിങ്ങൾക്ക് ക്ലാസ് കഴിഞ്ഞിട്ട് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ.